അച്യുതമേനോൻ്റെ പേരിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ചെയർ പ്രവർത്തിക്കണം എന്ന ആവശ്യം ദീർഘകാലത്തെ നമ്മുടെ എല്ലാവരുടെയും വളരെ പ്രധാനപ്പെട്ടൊരാവശ്യമായിരുന്നു. എന്നാൽ ദീർഘകാലത്തെ അതുമായി ബന്ധപ്പെട്ട പരിശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2024 അതിന് അനുമതി ലഭിച്ചതും ആ രീതിയിൽ 2024 ആഗസ്റ്റ് 16 അച്യുതമേനോൻ ദിനത്തിൻ്റെ അന്നാണ് യൂണിവേഴ്സിറ്റി അങ്കണത്തിൽ വെച്ച് അച്യുതമേനോൻ ചെയറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത്. അച്യുതമേനോൻ ചെയറിൻ്റെ ആസ്ഥാനം യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിൽ തന്നെ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥലം അനുവദിക്കുകയും അവിടെ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. അച്യുതമേനോൻ ഫൗണ്ടേഷനാണ് ഇതിനാവശ്യമായിട്ടുള്ള ഈ ചെയർ ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള പണം നൽകുന്നതിന് മുന്നോട്ട് വന്നത്. അച്യുതമേനോൻ ഫൗണ്ടേഷൻ്റെ ഡൊണേഷൻ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അച്യുതമേനോൻ ചെയറിൻ്റെ പ്രവർത്തനത്തിന് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ പൈസ കണ്ടെത്തിയതും ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയതും. ഇപ്പോൾ 2 വർഷമായി അച്യുതമേനോൻ ചെയർ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അതിന് 16 അംഗ ഗവേണിംഗ് കൗൺസിൽ ആണ് അതിനെ നയിക്കുന്നത്. അതിൻ്റെ ചെയർമാൻ വൈസ് ചാൻസലർ തന്നെയാണ് യൂണിവേഴ്സിറ്റിയുടെ. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവർ, ഇവിടെ വത്സരാജ് സൂചിപ്പിച്ചതുപോലെ ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ്റെയും അതോടൊപ്പം തന്നെ മലയാളികളുടെയും ചിരകാല അഭിലാഷമായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സഖാവ് അച്യുതൻ്റെ പേരിൽ ഒരു ചെയർ ആരംഭിക്കണമെന്നുള്ളത്. ദീർഘനാളായി അതിനുവേണ്ടി മലപ്പുറത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പാർട്ടിയുടെ ജില്ലാ കൗൺസിലും അതോടൊപ്പം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകവും നിരന്തരമായി അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിലായിരുന്നു. പല സാങ്കേതിക പ്രയാസങ്ങൾ കൊണ്ടും തടസ്സങ്ങൾ കൊണ്ടും അതങ്ങനെ നീണ്ടുപോയി. നമ്മൾ ആദ്യമായി അതിന് അപേക്ഷ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഏതാണ്ട് 13-14 ചെയറുകളുണ്ട്. മഹാത്മാഗാന്ധിയുടെ പേര് തൊട്ട് EMS ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രഗത്ഭരായ ആളുകളുടെ പേരിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചെയറുകൾ ആരംഭിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം എന്തുകൊണ്ടും സഖാവ് അച്യുതമേനോൻ്റെ പേരിലുള്ള ഒരു ചെയർ കൂടി ആരംഭിക്കണമെന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട ആഗ്രഹമായി അതിനുവേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചു പോകുന്നതാണ്. നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് ഏതാണ്ട് 10 വർഷം മുമ്പാണ് അതിനു വേണ്ടിയുള്ള പരിശ്രമം തുടങ്ങി ആദ്യമായി യൂണിവേഴ്സിറ്റി അപേക്ഷ കൊടുത്തത്. അന്ന് യൂണിവേഴ്സിറ്റിയിൽ ചെയർ ആരംഭിക്കുന്നതിന് വേണ്ടി കോർപ്പസ് ഫണ്ട് യൂണിവേഴ്സിറ്റിയിൽ അടക്കേണ്ടത് 25,000 രൂപയായിരുന്നു. എന്നാൽ ആ 25,000 രൂപ പോലും വലിയ പ്രയാസമുള്ളൊരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ പാർട്ടിയെ കൊണ്ട് മാത്രം ആ കാലഘട്ടത്തിൽ അത്ര വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പ്രയാസം വന്നതുകൊണ്ടും യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും അന്നത് നീണ്ടുപോയി. പിന്നീട് പല ഘട്ടങ്ങളിലായി ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ച് അവസാനം 2023 ആയപ്പോഴേക്കും യൂണിവേഴ്സിറ്റി ഘട്ടം ഘട്ടമായി കോർപ്പസ് ഫണ്ടിൻ്റെ സംഖ്യ 25 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. 25,000 ആലോചിച്ച് 25 ലക്ഷത്തിലെത്തിയപ്പോഴാണ് നമ്മൾ ആ കോർപ്പസ് ഫണ്ട് അടച്ച് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അച്യുതൻ്റെ പേരിലുള്ള ഈ ചെയർ യാഥാർത്ഥ്യമാക്കിയത്. ഇവിടെ വത്സരാജ് സൂചിപ്പിച്ചതുപോലെ അച്യുതൻ മരണപ്പെട്ടതിന് ശേഷം 91 മരണപ്പെട്ടതിന് ശേഷം 92 തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച അച്യുതമേനോൻ ഫൗണ്ടേഷൻ തിരുവനന്തപുരത്ത് ഇപ്പോഴും അത് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമാണ്. ഓരോ വർഷവും അനുസ്മരണ പരിപാടികളും അതോടനുബന്ധിച്ചുള്ള വ്യത്യസ്ത വിഷയങ്ങളിലുള്ള സെമിനാറുകളും അവിടെ നന്നായി സംഘടിപ്പിച്ചു വരുന്നതാണ്. ആ അച്യുതമേനോൻ ഫൗണ്ടേഷൻ്റെ പേരിലാണ് നമ്മൾ ഈ ചെയറിന് വേണ്ടിയുള്ള അപേക്ഷ കൊടുത്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി സഖാവ് കാനഡായതനം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ സന്ദർഭത്തിലാണ് ഫൗണ്ടേഷൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ കൂടി അദ്ദേഹത്തിൻ്റെ മുൻകൈയിലും അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരവുമാണ് 25 ലക്ഷം രൂപ അടച്ചുകൊണ്ട് ഈ കോർപ്പസ് ഫണ്ട് അടച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ ചെയർ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിച്ചത്. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ആ കാലഘട്ടത്തിൽ തന്നെയാണ് തിരുവനന്തപുരത്ത് മ്യൂസിയത്തിന് മുമ്പിൽ ഏതാണ്ട് ഗവൺമെൻറ് കയ്യിൽ നിന്ന് കിട്ടിയ 5 സെൻറ്റോളം വരുന്ന സ്ഥലത്ത് അച്യുതമേനോൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ അവിടെ സ്ഥാപിക്കാനും അനാച്ഛാദനം ചെയ്യാനും ആ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് കഴിഞ്ഞു. ഈ 2 പ്രധാനപ്പെട്ട സംഭവങ്ങളും ഏറെ വൈകിയാണെങ്കിലും
അച്യുതനെ പോലെയുള്ള ഒരു ദക്ഷിണശാലിയായ രാഷ്ട്രീയ നേതാവിനോട് ദീർഘവീക്ഷണത്തോടു കൂടി ഈ സംസ്ഥാനം ഭരിച്ച ഏറ്റവും പ്രഗത്ഭനായ ഒരു മുഖ്യമന്ത്രിയോട് ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ്, കടമയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുത്തത്. ഞങ്ങളിതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ കാണാൻ പോയപ്പോൾ ഞാൻ എല്ലാ യോഗത്തിലും അത് ആവർത്തിക്കാറുണ്ട്. വൈസ് ചാൻസലർ എന്ന് തൃശ്ശൂരിൽ നിന്നുള്ള ഡോക്ടർ MK ജയരാജായിരുന്നു വൈസ് ചാൻസലറായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിച്ചത്. ഇതിന് പരിശ്രമത്തിനിടയിൽ 4-5 വൈസ് ചാൻസലർമാർ മാറി മാറി വന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമുക്കിതിനുള്ള അനുമതി കിട്ടിയത്. അപ്പോൾ അദ്ദേഹവുമായി ചെന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, നമുക്കൊക്കെയുള്ള ആശങ്ക തന്നെയാണ് അദ്ദേഹം ഞങ്ങളോടൊന്ന് പങ്കുവച്ചത്. അച്യുതമേനോൻ്റെ പ്രശസ്തിക്ക് വേണ്ടി ഒരു ചെയർ ആരംഭിക്കേണ്ട കാര്യമില്ല. അതിനുള്ള പ്രവർത്തനമൊക്കെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. മലയാളികളുള്ളിടത്തോളം കാലം അത് എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുകയും ചെയ്യും. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പേരിലൊരു ചെയർ ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടും നീതി പുലർത്താൻ കഴിയുമെങ്കിൽ മാത്രമേ അതുമായി മുന്നോട്ട് പോകേണ്ടതുള്ളൂ. പല ചെയറുകളുടെയും അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം സാന്ദർഭികമായി ഞങ്ങളോട് സൂചിപ്പിച്ചു. തീർച്ചയായും നമ്മുടെ പ്രസ്ഥാനവുമായോ അല്ലെങ്കിൽ ദൈനംദിന നമ്മുടെ പൊതുപ്രവർത്തനവുമായോ ബന്ധമില്ലാത്ത യൂണിവേഴ്സിറ്റിയുടെ ഒരു വൈസ് ചാൻസലർ പോലും ആ രീതിയിലുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം എത്രമാത്രം വലുതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു അനുഭവമായി ഞങ്ങളെ സംബന്ധിച്ച് അത് മാറുകയുണ്ടായി. ആ രീതിയിൽ അതിന് ശേഷമാണെങ്കിലും അതിന് മുമ്പാണെങ്കിലും അച്യുതനുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വ്യത്യസ്ത മേഖലകളിലെ സാമൂഹ്യ ജീവിതത്തിൻ്റെ പൊതുജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെ പ്രഗത്ഭരായ ആളുകളുമായി സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന വാക്കുകളും അവരൊക്കെ അതുമായി ബന്ധപ്പെടുത്തുന്ന അഭിപ്രായങ്ങളുമൊക്കെ ഇതേറെ വൈകിപ്പോയി എന്ന ഒരു സ്വയം പ്രശ്നമുള്ള ഒരു കുറ്റബോധത്തോടു കൂടിയാണ് നമ്മൾ ഈ ചെയറിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഇനി അത്തരം പ്രവർത്തനങ്ങൾ വൈകാതെ അച്യുതമേനോൻ കാണിച്ചു തന്ന കേരളം എന്തായിരുന്നു എന്നും കേരളത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത മാറ്റം എന്തായിരുന്നു എന്നും ഒരു ഭരണാധികാരി, ഒരു പൊതുപ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ ജീവിക്കണമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി മലയാളികൾക്ക് എല്ലാ കാലത്തും അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിക്കാൻ കഴിയാവുന്ന അച്യുതമേനോൻ്റെ ജീവിതത്തോടും പ്രവർത്തനത്തോടും നീതി പുലർത്തുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഈ ചെയർ ആഗ്രഹിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിലേക്കൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിൻ്റെ പൊതു സമൂഹത്തെ ബാധിക്കുന്ന, കേരളത്തിൻ്റെ പൊതുവായ വികസനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയായി ഞങ്ങൾ കാണുന്നത്. ബിനോയ് വിശ്വം MP ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച 50 ലക്ഷം രൂപ കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2024 ആരംഭിച്ചത്. ഏതാണ്ട് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഇപ്പോൾ ഡിജിറ്റൽ ലൈബ്രറികളൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. യൂണിവേഴ്സിറ്റിയിലും അത്തരത്തിലുള്ള ഒരു ഡിജിറ്റൽ ലൈബ്രറി ഉൾപ്പെടെ അച്യുതമേനോൻ ചെയറുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കുന്ന പുതിയ കെട്ടിടത്തിൽ ഉണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഏതാണ്ട് 2.5 കോടി രൂപ ബഡ്ജറ്റ് വരുന്ന എസ്റ്റിമേറ്റ് തയ്യാറാക്കിക്കൊണ്ടുള്ള കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട നിരന്തരമായ സാങ്കേതിക പ്രശ്നങ്ങളും ഭരണപരമായി ഉണ്ടാകുന്ന പ്രതിസന്ധികളുമൊക്കെ കൊണ്ടാണ് അത് ദീർഘമായി വൈകിപ്പോകുന്നത്. ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണനും പ്രൊഫസർ M. നാരായണ മാഷുമൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിന് സിൻഡിക്കേറ്റ് മെമ്പർമാരായി പ്രവർത്തിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആവശ്യമായ സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു തന്നുകൊണ്ട് ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആത്മാർത്ഥമായി സഹായിക്കുന്നത്. പുതിയ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ എന്നീ പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചതാണ്. എല്ലാ പരിപാടികളും അദ്ദേഹത്തിൻ്റെ ഗവേണിംഗ് കൗൺസിൽ മെമ്പർ എന്ന നിലയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകാറുണ്ട്. ഇന്ന് ഒഴിവാക്കാൻ കഴിയാത്ത വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച ഒരു യോഗത്തിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് അദ്ദേഹം അറിയിച്ചുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കാത്തത്. എല്ലാ പരിപാടികളിലും യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ 4-5 പരിപാടി 2024 ശേഷം ഈ ചെയറിൻ്റെ പേരിൽ സംഘടിപ്പിച്ചു. ഇന്ന് രാവിലെ ചേർന്ന അതിൻ്റെ യോഗവും അതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങളുമായി നടത്താൻ ഈ യൂണിവേഴ്സിറ്റിയുടെ പരിധിയിലുള്ള എല്ലാ ജില്ലകളിലും അതോടൊപ്പം കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ ചെയറിൻ്റെ പേരിലുള്ള തുടർ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നാണ് എനിക്ക് വിനീതമായി ഇവിടെ ആമുഖമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിൻ്റെ ഗവേണിംഗ് കൗൺസിൽ മെമ്പർമാരായിട്ടുള്ള ഡോക്ടർ രാമൻകുട്ടി ഉൾപ്പെടെ വത്സരാജും അതുപോലെ MM സജീന്ദ്രൻ മാഷും ഇവിടെയുണ്ട്. ഇതിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന VP സദാനന്ദനുണ്ട്. 15 അംഗങ്ങളുടെ കമ്മിറ്റി വൈസ് ചാൻസലർ ഉൾപ്പെടെ സിൻഡിക്കേറ്റ് മെമ്പർമാരടക്കമുള്ള ഔദ്യോഗിക അനൗദ്യോഗിക മെമ്പർമാരുൾപ്പെടെയുള്ള ഗവേണിംഗ് കൗൺസിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതിനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള അക്കാദമിക് കൗൺസിലും ഉപദേശക സമിതിയും ഒക്കെ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണ്. ഇതൊരു മാതൃകാ സ്ഥാപനമായി അച്യുതമേനോൻ കാണിച്ചു തന്ന അതേ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായി ഇതിനെ മാറ്റി തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പോകുമ്പോൾ എല്ലാവരുടെയും, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ നിങ്ങളോട് ഞാനിതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു പോകേണ്ടതില്ല, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ചുമതലയായി ഉത്തരവാദിത്തമായി വരും കാലങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്ന് മാത്രമാണ് വിനീതമായി ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയവും അച്യുതമേനോൻ്റെ
അനുസ്മരണങ്ങളുമായി ബന്ധപ്പെടുത്ത് എല്ലാ വർഷവും നമ്മൾ ആലോചിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ആലോചിക്കാറുള്ളത്. ഏത് വിഷയമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് മാത്രമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരാറുള്ളത്. ഏത് വിഷയവും അദ്ദേഹത്തിന് ഇണങ്ങുന്ന വിഷയങ്ങളാണ്. മറ്റേത് രാഷ്ട്രീയ നേതാവിനേക്കാൾ കൂടുതൽ ഒരുപക്ഷേ കേരളത്തിൽ ഏത് മേഖലയിലും കൈവച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റേതായ സംഭാവനകൾ അർപ്പിച്ച ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ഏത് വിഷയവും ചർച്ച ചെയ്യാനും അച്യുതമേനോൻ്റെ സ്മരണ പ്രാപ്തമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുണ്ടാകുന്ന പരിമിതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വികസനം എന്നുള്ളത് അച്യുതമേനോൻ ഭരിച്ച കാലഘട്ടം നമുക്കൊക്കെ അറിയാം. ഇന്നത്തെ പോലെയുള്ള സമാധാനത്തോടും സ്വൈര്യത്തോടും കൂടിയുള്ള ഒരു ഗവൺമെൻറ്റിനല്ല സഖാവ് അച്യുതമേനോൻ നേതൃത്വം കൊടുത്തത്. ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യേകതകൾ കൊണ്ടായിരിക്കാം ഓരോ ദിവസവും നിരവധിയായ വിഷയങ്ങൾ, ഭരണപരമായ വിഷയങ്ങളെക്കാൾ അപ്പുറത്തേക്ക് കേരളത്തിൻ്റെ പൊതുജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രമസമാധാന പാലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, സർക്കാർ ജീവനക്കാരുടെ മേഖലകളിൽ, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഒരുപക്ഷെ സമാനതകളില്ലാത്ത പ്രതിബന്ധവും പ്രയാസങ്ങളുമാണ് സഖാവ് അച്യുതമേനോൻ ആ ഭരണകാലഘട്ടത്തിൽ നേരിട്ടത് എന്ന് നമുക്കൊക്കെ വായിച്ചും കേട്ടും അനുഭവിച്ചറിഞ്ഞ ആളുകളാണ്. എന്നാൽ ആ പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുമ്പോഴും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് സ്വൈര്യമായി അതിന് ശേഷവും അതിന് മുമ്പും പല ഗവൺമെൻറ്റുകളും കേരളം ഭരിച്ചിട്ടുണ്ട്. പല മുഖ്യമന്ത്രിമാരും നമ്മുടെ കേരളം ഭരിച്ചിട്ടുണ്ട്. അവരുടേതായ ഒരുപാട് സംഭാവനകളും കേരളത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ അവരൊന്നും ഭരിച്ചതുപോലെയുള്ള ഒരു സ്വൈര്യവും സമാധാനത്തോടു കൂടിയുള്ള കേരളത്തിൻ്റെ വികസനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അതുമാത്രം ചിന്തിച്ചുകൊണ്ട് ഭരണത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരു ഭരണാധികാരി ആയിരുന്നില്ല അച്യുതമേനോൻ എന്ന അനുഭവം നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇന്ന് അഭിമാനത്തോടു കൂടി നമ്മൾ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളെക്കുറിച്ച് അല്ല വികസനത്തിൻ്റെ നേട്ടങ്ങളായി പറയുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയത്. സ്വകാര്യ മേഖലയിലെ വികസനങ്ങൾ പോലും അത് കേരളത്തിൻ്റെ വികസനമാണ് എന്ന് ചിന്തിക്കേണ്ട രീതിയിലേക്ക് മാറി വന്നൊരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾക്ക് അടിത്തറയിട്ടുകൊണ്ട് ഒരു 100 വർഷത്തേക്കുള്ള കേരളത്തെ കെട്ടിപ്പടുക്കാൻ ആ രീതിയിൽ പ്രവർത്തിച്ച ഭരണാധികാരിയാണ് അച്യുതമേനോൻ. അദ്ദേഹം ധനകാര്യ മന്ത്രി എന്നുള്ള നിലയിലാണെങ്കിലും കൃഷി വകുപ്പിൻ്റെ ചുമതലയാണെങ്കിലും ഏത് മേഖലകളിലാണെങ്കിലും വ്യത്യസ്തമായ രീതിയിലൂടെ ചിന്തിക്കാനും കേരളത്തിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് പുറത്തുപോയ, രാജ്യത്തിന് പുറത്തുപോലും പോയ വിശിഷ്ട വ്യക്തികളെ, ഓരോ മേഖലയിലെയും പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അവരെയൊക്കെ ഓരോ പ്രത്യേക ചുമതലകൾ ഏൽപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഭാവി, കേരളത്തിൻ്റെ അടിത്തറവാകുന്ന വികസന സംരംഭങ്ങൾക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ എത്രമാത്രം വിശദീകരിച്ചാലും തീർത്താൽ കഴിയാത്ത ആ പട്ടിക നമ്മുടെ മുമ്പിലുണ്ട്. ഞാനതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അത്തരം ആളുകളൊക്കെ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭരായ മുഖ്യമന്ത്രിയെക്കുറിച്ച് മലയാള മനോരമയാണെങ്കിലും മാതൃഭൂമിയാണെങ്കിലും ഏഷ്യാനെറ്റാണെങ്കിലും ഇന്ത്യ ടുഡേ ആണെങ്കിലും ഈ മാധ്യമങ്ങളൊക്കെ നടത്തിയ സർവേയിൽ അച്യുതൻ്റെ പേര് ഒരുപടി മുന്നിൽ നിന്നത് ഇത്തരം അനുഭവങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഭരണാധികാരിയെ തീർച്ചയായും ഓർമ്മിക്കുക എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ കടമയായി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ വത്സരാജ് സൂചിപ്പിച്ചതുപോലെ CP ജോൺ അദ്ദേഹത്തിൻ്റെ കൂടി സൗകര്യത്തിലാണ് ഈ തീയതി തിരഞ്ഞെടുത്തത്. വളരെ സന്തോഷത്തോടു കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുമെന്ന് നിർബന്ധമായും ഈ ഒരു പരിപാടി മാത്രമേ തൃശ്ശൂരിലുള്ളൂവെങ്കിലും ഞാൻ ഈ പരിപാടിയിൽ എന്തായാലും പങ്കെടുക്കും എന്ന് അദ്ദേഹം വ്യക്തിപരമായി നമ്മളോട് ഗ്യാരണ്ടി പറഞ്ഞതുകൊണ്ടാണ് ഇന്നലെ ആലോചിച്ച ഈ പരിപാടി ഇന്നത്തേക്ക് നമ്മൾ മാറ്റിവെക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ക്യാബിനറ്റ് യോഗം അടിയന്തരമായി വെക്കുകയും അദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാനുള്ളത് കൊണ്ട് വരാൻ കഴിയില്ല എന്ന് ഇന്നലെ ഞങ്ങളെല്ലാവരെയും അദ്ദേഹം വിളിച്ച് അറിയിക്കുകയും ചെയ്താണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗവും രാജ്യസഭാ MP കൂടിയായ പ്രിയപ്പെട്ട സഖാവ് P. സന്തോഷ് കുമാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സഖാവ് C. അച്യുതമേനോൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 3.5 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. 3.5 പതിറ്റാണ്ടിനിപ്പുറവും കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചും വികസനത്തെക്കുറിച്ചുമെല്ലാമുള്ള ചർച്ചകളിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന പേരുകളിലൊന്നാണ് C. അച്യുതമേനോൻ എന്നുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആരംഭിച്ചിട്ടുള്ള അച്യുതമേനോൻ ചെയർ വളരെ പ്രസക്തമായ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഈ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഭാവി കേരളം എന്നത് ഒട്ടേറെ തവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് എങ്കിലും അതിൻ്റെ പ്രാധാന്യവും പുതുമയും ഒരിക്കലും അവസാനിക്കുന്നില്ല. C. അച്യുതമേനോൻ യദൃച്ഛയാ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന് ഏതെങ്കിലും പദവിയിൽ എത്തിച്ചേർന്ന ഒരാളായിരുന്നില്ല എന്ന് നമുക്കറിയാം. അഭിഭാഷകനായി
ജീവിതം ആരംഭിച്ച് പിന്നീട് അന്നത്തെ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയും KPCC അംഗവുമൊക്കെയായി പൊതുരംഗത്തേക്ക് കടന്നു വന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൽ മായാത്ത മുദ്രകൾ പതിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊച്ചി രാജ്യത്തിൻ്റെയും അന്നത്തെ കൊച്ചി രാജ്യത്തിൻ്റെയും പിന്നീട് തിരുകൊച്ചിയുടെയും കേരളത്തിൻ്റെ ആകെയും പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിലും അഭിമാനകരങ്ങളായ സംഭാവനകളാണ് സഖാവ് CH മേനോൻ നൽകിയിട്ടുള്ളത്. ജന്മിത്വത്തിനും അയിത്തോച്ചാടനത്തിനുമൊക്കെ അയിത്തത്തിനെതിരെയുള്ള സമരങ്ങളിലും അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. ഒട്ടേറെ വർഷം ഒളിവ് ജീവിതം നയിച്ചു. ഇവിടെ ഈ തൃശ്ശൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം ഒളിവിലായിരുന്നു എന്ന് നമുക്കറിയാം. ഇതെല്ലാം അച്യുത മേനോൻ്റെ ജീവിതം സംബന്ധിച്ച വളരെ പ്രാഥമികങ്ങളായിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ മാത്രമാണ്. തിരുകൊച്ചി അസംബ്ലിയിലേക്ക് ജയിക്കുമ്പോഴും അദ്ദേഹം വാസ്തവത്തിൽ ഒളിവ് ജീവിതം നയിക്കുന്ന സന്ദർഭമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള കേരളത്തിൻ്റെ പിറവിക്ക് മുമ്പ് തന്നെ അതിൻ്റെ സമ്മേളനം ഈ തൃശ്ശൂരിൽ ചേരുകയും അന്നതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി സഖാവ് അച്യുത മേനോനെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. തുടർന്ന് 1962 അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന പദവി വഹിക്കുകയുണ്ടായി. ഇവിടെ പറഞ്ഞതുപോലെ ധനകാര്യമന്ത്രിയായി അല്പകാലം ആഭ്യന്തര വകുപ്പിൻ്റെ കൂടെ ചുമതല വഹിച്ച് പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയൊക്കെയായി ഉയർന്ന അതിവിശിഷ്ടമായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. 1968 മുതൽ 69 വരെയുള്ള ഏതാണ്ട് 1.5 വർഷത്തോളം അദ്ദേഹം രാജ്യസഭാംഗവുമായിരുന്നു. രാജ്യസഭാംഗം എന്നുള്ള നിലയിലും അച്യുത മേനോൻ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു നേതാവാണ്. ആ കാലം ബാങ്ക് ദശാവൽക്കരണത്തിൻ്റെയും അതുപോലെ ശിവസേന മണ്ണിൻ്റെ വക്കൽവാദം ഉയർത്തിക്കൊണ്ട് മുംബൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വലിയ കലാപം ആരംഭിച്ച കാലമായിരുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം രാജ്യസഭയിൽ അച്യുത മേനോൻ നടത്തിയിരിക്കുന്ന ശ്രദ്ധേയങ്ങളായ പ്രസംഗങ്ങളുണ്ട്. ഉപേഷ് ഗുപ്തയും സഡ്ഡെ അഹമ്മദും SG സർദേശായും ഒക്കെ അടങ്ങുന്ന വളരെ പ്രഗത്ഭരായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് എംപിമാരുടെ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടാണ് അച്യുത മേനോൻ രാജ്യസഭയിൽ പ്രവർത്തിച്ചത്. ഒട്ടേറെ വിഷയങ്ങളെ സംബന്ധിച്ച ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു. നിരവധി വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ദീർഘദർശിത്വം പ്രകടമാക്കുന്ന പ്രസംഗങ്ങൾ അദ്ദേഹം ചെറിയ സമയമാണെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നടത്തുകയുണ്ടായി. രാജ്യസഭാംഗം എന്നുള്ള നിലയിൽ അച്യുത മേനോൻ്റെ സംഭാവനകൾ ഒരുപക്ഷെ മലയാളികൾ അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമല്ല. കാരണം എപ്പോഴും അദ്ദേഹത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ സ്ഥാനം പിടിക്കുന്നത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള അതുല്യങ്ങളായ സംഭാവനകളാണ്. അച്യുത മേനോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞുകൊള്ളട്ടെ. അദ്ദേഹം വളരെ പ്രഗത്ഭനായ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പാർട്ടി ഒക്കെ ആയിരിക്കുമ്പോഴും എപ്പോഴും പാർട്ടി അച്ചടക്കത്തിന് വിധേയമായി ജീവിച്ച, പാർട്ടി നിയന്ത്രണത്തിന് വിധേയമായി നിന്ന ഒരു നേതാവ് കൂടിയായിരുന്നു. വാസ്തവത്തിൽ അദ്ദേഹം രാജ്യസഭയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് അന്നത്തെ തൊഴിൽകാര്യമന്ത്രിയോട് AISFും AIYFും നൽകിയ നിവേദനം, ആ നിവേദനം നിങ്ങൾ എന്തു ചെയ്തു എന്നായിരുന്നു. അവരുടെ കൃത്യമായ മറുപടിയും ആ മന്ത്രി വെച്ചത് നമുക്ക് പാർലമെൻറ്റിൻ്റെ രാജ്യസഭയുടെ ആർക്കൈവ്സിനകത്ത് വായിച്ചെടുക്കാൻ സാധിക്കും. ഞാൻ സന്ദർഭവശാൽ ആ കാര്യങ്ങൾ പറഞ്ഞുപോയി എന്ന് മാത്രമേ ഉള്ളൂ. അച്യുത മേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എന്തുമാത്രം സംഭാവനകൾ നൽകി എന്നത് ഇവിടെ ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. ആധുനിക കേരളത്തിൻ്റെ അടിത്തറ പാകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരികളിൽ ഒരാളായി സഖാവ് CH മേനോനെ നമുക്ക് നിസ്സംശയം വിശേഷിപ്പിക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തിനുള്ളിൽ ഏതാണ്ട് 200 നിയമങ്ങൾ കേരളത്തിനകത്ത് പാസ്സാക്കുന്ന സ്ഥിതിയുണ്ടായി. ലോകത്താകമാനം മലയാളിക്ക് അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒട്ടേറെ സ്ഥാപനങ്ങൾ ആ കാലത്ത് ആരംഭിച്ചു. ഭൂപരിഷ്കരണത്തിൻ്റെയും സാമൂഹ്യക്ഷേമത്തിൻ്റെയും വ്യാവസായിക രംഗത്തുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ സംഭാവനകളെല്ലാം നമ്മൾ ധാരാളം ചർച്ച ചെയ്തു എന്നതുകൊണ്ട് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല.
അച്യുതമേനോൻ്റെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത, അത് തെക്കേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും വലിയ ചലനങ്ങളുണ്ടാക്കി എന്നതാണ്. ഒരുപക്ഷെ അച്യുതമേനോൻ്റെ ചെയർ കുറേ കൂടി ഭാവിയിൽ പഠിക്കേണ്ടുന്നൊരു വിഷയമായിട്ട് അതെനിക്ക് തോന്നുന്നു. 974 ദേവറസ് കർണാടകത്തിൽ ഭൂപരിഷ്കരണം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ ആരംഭിച്ചത്. അത് പൂർണ്ണമായും വിജയിച്ചില്ലെങ്കിലും കൃഷിഭൂമി അത് കൃഷി ചെയ്യുന്നവന് കൊടുക്കുക എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ട് ഭൂപരിഷ്കരണത്തിൻ്റെ ഒട്ടേറെ നടപടികളുമായി കർണാടകം മുന്നോട്ട് പോയി. അവർക്ക് പ്രചോദനമായത് തീർച്ചയായും കേരളത്തിലെ ഭൂപരിഷ്കരണം സംബന്ധിച്ച മുന്നേറ്റങ്ങളും 970 അവ നടപ്പാക്കിയതുമാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. MGRൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ പാവങ്ങളെ സഹായിക്കുന്ന പരിപാടികൾ അവിടെ ആരംഭിച്ചു. അವೆല്ലാം പൂർണ്ണമായും വളരെ സമഗ്രങ്ങളായ പരിപാടികളാണ് എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും സാമൂഹ്യക്ഷേമം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ ഏറ്റവും മൗലികങ്ങളായ ചില കാഴ്ചപ്പാടുകളിൽ ഊന്നിന്നുകൊണ്ട് തമിഴ്നാടും ധാരാളം പരിപാടികൾ ആവിഷ്കരിച്ചതിൻ്റെ പിറകിൽ അച്യുതമേനോൻ്റെ ഭരണത്തിൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖ് അബ്ദുള്ള കാശ്മീരിൽ അങ്ങ് വടക്കേ അറ്റത്താണ്. അവിടെ ആരംഭിച്ച ചില ജനപ്രിയ പരിപാടികളുടെ ചരിത്രവും പരിശോധിക്കുമ്പോഴും ഈ കേരളത്തിൻ്റെ സ്വാധീനം ചെറുതല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അച്യുതമേനോൻ എന്നത് മലയാളിക്ക് ആകമാനം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മഹത് വ്യക്തിത്വമായി നമ്മൾ നിൽക്കുമ്പോഴും ഉയർത്തിപ്പിടിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ കാലയളവിൽ ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടങ്ങളും പരിഷ്കാരങ്ങളുമെല്ലാം സൗത്ത് ഇന്ത്യയിലും അതുപോലെ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലും ചെറുതല്ലാത്ത സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ആ നിലയിൽ രാജ്യം സൃഷ്ടിച്ച എക്കാലത്തെയും പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിലാണ് അച്യുതമേനോൻ്റെ സ്ഥാനമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇന്ന് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലിനും 3.5 പതിറ്റാണ്ടിന് ശേഷം ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഭാവി കേരളത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച ഇവിടെ സംഘടിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഭാവി കേരളം സംബന്ധിച്ച ഒട്ടേറെ ചർച്ചകൾ, സെമിനാറുകൾ, സിമ്പോസിയങ്ങൾ, സംവാദങ്ങളൊക്കെ ധാരാളമായി മടമിട്ടുണ്ട്, ഇനിയും നടക്കുകയും ചെയ്യും. ഈ ചർച്ചകളെല്ലാം നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ഇന്ത്യയുടെ ഭാവി എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ ഭാവി എന്താകുമെന്നതിനെ സംബന്ധിച്ച വലിയ ആശങ്കയുടെ നടുവിലാണ് നമ്മൾ ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത്. വളരെ കടുത്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലുള്ള ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുന്ന ഒരാശങ്കയായിട്ടത് കണക്കാക്കാൻ പാടുള്ളവല്ല. മറിച്ച് സമകാലിക ഇന്ത്യയിലെ ഓരോ സാഹചര്യത്തെയും നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ, അത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ വളരെ ഗുരുതരമായൊരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് എന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൈതൃകം ഏതുമില്ലാത്ത ആ സമരത്തെ പൂർണ്ണമായും തള്ളിപ്പറയുകയും ഒറ്റുകൊടുക്കുകയും ചെയ്ത ഒരു സംഘം ഇന്ന് രാജ്യത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമായി കണ്ടുകൂടാ. ഈ സെമിനാറിൽ ആ വക കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് സമയമെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അങ്ങനൊരു യാഥാർത്ഥ്യം നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. ദേശീയ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി, ഒപ്പം ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുന്നതിനുള്ള അജണ്ടയെയും പരാജയപ്പെടുത്തി എന്ന് പറയാൻ സാധിക്കും. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അവൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം അന്ന് പരാജയപ്പെട്ട ഒരു ശക്തി പൂർവാധികം കരുത്തോടെ തിരിച്ചു വരികയും അവരുടെ അജണ്ട ഒന്നൊന്നായി നടപ്പാക്കാനുള്ള പരിശ്രമങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനു വേണ്ടിയുള്ള ഒന്നിനു പിറകെ ഒന്നായുള്ള നിയമനിർമ്മാണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ആ അർത്ഥത്തിൽ എന്താണ് ഇന്ത്യയുടെ ഭാവി, ദ ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമായി ആമലയിൽ അവതരിപ്പിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറാണ് എന്ന് പറയാൻ സാധിക്കും. പിന്നീട് ജവഹർലാൽ നെഹ്റു അതിൻ്റെ ഏറ്റവും വലിയ പ്രയോക്താവായി മാറുകയുണ്ടായി. അച്യുതമേനോനെക്കുറിച്ച് പറയുമ്പോൾ അച്യുതമേനോനും നെഹ്റുവും തമ്മിലുള്ള ധാരാളം സാദൃശ്യങ്ങളുണ്ട്. നെഹ്റുവിന് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ H.G. വെൽസ് ആയിരുന്നു. H.G. വെൽസിൻ്റെ ലോക ചരിത്ര സംഗ്രഹം അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നത് അച്യുതമേനോനാണ്. അപ്പോൾ ആ നിലയിൽ അവർ തമ്മിലുള്ള ധാരാളം സാദൃശ്യങ്ങൾ, ഭരണാധികാരി എന്നുള്ള നിലയിൽ നമുക്ക് ഒട്ടേറെ സമയമെടുത്ത് വിശദീകരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇന്ന് ദ ഐഡിയ ഓഫ് ഇന്ത്യ എന്നുള്ളതിന്, ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിന്, അതിന് വലിയ പരിക്കേറ്റുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. 1952 ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനസംഘം പുറത്തിറക്കിയിരിക്കുന്നതിൻ്റെ മാനിഫെസ്റ്റോ ഉണ്ട്. ആ മാനിഫെസ്റ്റോ ഇപ്പോഴും ആർക്കൈവ്സിനകത്ത് ലഭ്യമാണ്. അതിനകത്ത് അവർ ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഫെഡറൽ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്
ഇന്ത്യയുടെ ഐക്യത്തിന് വിഘാതമായിരിക്കുന്ന ഒന്നാണ് എന്നതാണ്. അത് ഇന്ത്യയുടെ ഐക്യം തകർക്കും, ദുർബലപ്പെടുത്തും എന്നവരന്ന് എഴുതി വച്ചു. അതുകൊണ്ട് ഇപ്പോഴും അത് നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു രേഖയാണ്. അതുകൊണ്ട് യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റാണ് രാജ്യത്തിൻ്റെ ഭാവിക്ക് ഏറ്റവും നല്ലത് എന്നാണ് അന്ന് തന്നെ ജനസംഘം പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇന്ന് വർഷങ്ങൾക്ക് ശേഷം ജനസംഘം മാറി BJP ആയി അത് നിയന്ത്രിക്കുന്ന ഒരു ഗവൺമെൻറ് രാജ്യം ഭരിക്കുമ്പോൾ ആ ആശയം സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ നടപടികളുമായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സമീപകാലത്തുണ്ടായിരിക്കുന്ന ഒട്ടേറെ നിയമനിർമ്മാണങ്ങളെക്കുറിച്ചൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. ഭാവി കേരളം എന്നതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധാപൂർവം ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഭാവി എന്താണ് എന്നതിനെ സംബന്ധിച്ച, അതിൽ ഫെഡറലിസത്തിൻ്റെ ഭാവി എന്താണ് എന്നതിനെ സംബന്ധിച്ച, ഭാഷാടിസ്ഥാനത്തിലുള്ള ഈ സംസ്ഥാനങ്ങളുടെ ഭാവി എന്താണ് എന്നത് സംബന്ധിച്ച ഏറ്റവും നല്ലൊരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ 1 നേഷൻ 1 ഇലക്ഷൻ, 1 നേഷൻ 1 റേഷൻ കാർഡ് നിന്ന് തുടങ്ങി ഒട്ടേറെ ഒരു രാജ്യം, പിന്നെ എല്ലാം തന്നെ ഏകത്വത്തിലേക്ക്, അല്ലെങ്കിൽ എല്ലാം തന്നെ അതിന് മൊത്തം രാജ്യത്തിൻ്റെ എല്ലാ വൈരുദ്ധ്യങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒന്നിലേക്ക് ചുരുക്കുന്ന, സൂപ്പർഫിഷ്യലായി കുറേ പേരെ ആകർഷിക്കുന്ന ഒരു മുദ്രാവാക്യവുമായി അവരിന്ന് രംഗത്ത് വന്നിരിക്കുന്നു. 1 നേഷൻ 1 എക്സാം എന്ന് പറയുന്നതിൻ്റെ ഒരു ദുരന്ത ഫലം നമ്മൾ സന്ദർഭവശാൽ കണ്ടല്ലോ, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനിയും ധാരാളം കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇന്ത്യയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രം സാമ്പത്തികമായി സംസ്ഥാനങ്ങളെ പിടിമുറുക്കുകയും വരിഞ്ഞു മുറുക്കുകയും സംസ്ഥാനങ്ങളുടെ സാമ്പത്തികമായ എല്ലാ ആശ്രയത്വവും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. പാർലമെൻറ്റിൽ സമീപകാലത്ത് വന്നിരിക്കുന്ന നിയമനിർമ്മാണങ്ങൾ ഓരോന്നും ഓരോ സംസ്ഥാനത്തെയും എങ്ങനെ പരമാവധി ദുർബലപ്പെടുത്താം എന്നുള്ളതാണ് കേന്ദ്രം ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണഗതിയിലുള്ള RSSൻ്റെ തലച്ചോറോ അല്ലെങ്കിൽ BJP നേതൃത്വത്തിൻ്റെ തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ടല്ല ഈ ആശയങ്ങളൊന്നും വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല പാശ്ചാത്യ സഹായമുള്ള, നല്ല ഒരുപക്ഷെ ഇസ്രായേൽ മൊസാദ് ഉൾപ്പെടെയുള്ള സംഘടനകളെയൊക്കെ തല ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഇത്തരത്തിൽ ആലോചിക്കുന്ന ആളുകളുടെയൊക്കെ സഹായങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ പല നിയമനിർമ്മാണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് RSS ആഗ്രഹിക്കുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക്, ഹിന്ദുത്വ അജണ്ടയിലേക്ക്, അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകുക എന്നുള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് കുറച്ച് ദുർബലപ്പെട്ടുവെങ്കിലും അന്ന് തന്നെ നമ്മളെല്ലാവരും മുന്നറിയിപ്പ് നൽകി. പ്രത്യേകിച്ച് പുരോഗമന പ്രസ്ഥാനങ്ങൾ വർഗീയ ശക്തികൾ ദുർബലപ്പെടുത്തുമ്പോൾ അവർ കൂടുതൽ അക്രമോത്സുകമാകാനാണ് ശ്രമിക്കുക എന്ന്. ആ തിരിച്ചറിവ് ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒട്ടേറെ പ്രവണതകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തനിച്ച് ഭൂരിപക്ഷമില്ലാത്ത BJPയുടെ നിയന്ത്രണത്തിൽ പഴയ ഗവൺമെൻറ്റുകളെക്കാൾ കൂടുതൽ പ്രതിരോധകരങ്ങളായിരിക്കുന്ന ധാരാളം നിയമങ്ങൾ കൊണ്ടുവന്നു. ഞാൻ ആവർത്തിക്കുന്നില്ല. വഖഫ് നിയമം വന്നു. 131 ഭരണഘടനാ ഭേദഗതി മുതൽ 1 നേഷൻ 1 ഇലക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം എല്ലാം നമ്മുടെ മുൻപിലുണ്ട്. പുതിയൊരു സാഹചര്യം ഇപ്പോൾ ഏറ്റവും അവസാനമായി പാർലമെൻറ്റ് മൈൻസ് ആൻഡ് മിനറൽസിൻ്റെ കാര്യത്തിനകത്തുള്ള ഒരു ഭേദഗതി ബിൽ പാസ്സാക്കുകയുണ്ടായി. ആ ബില്ല് ഈ വിഭവങ്ങളെല്ലാം തന്നെ കേന്ദ്രത്തിൻ്റെ കയ്യിലെത്തിക്കുന്നതിനുള്ള, അല്ലെങ്കിൽ ഈ ധാതു ലവണങ്ങളുടെ എല്ലാം കാര്യത്തിനകത്ത് കേന്ദ്രത്തിൻ്റെ പിടിമുറുക്കുന്നതിന് സഹായകമായിരിക്കുന്ന ഒരു നിയമമാണ്. ഓരോ നിയമവും അങ്ങനെ എടുത്തു പരിശോധിച്ചാൽ എല്ലാം അമിതമായ കേന്ദ്രീകരണത്തിലേക്ക്, കേന്ദ്രത്തിൻ്റെ കയ്യിൽ എല്ലാ സാമ്പത്തിക അധികാരവും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും. GSTയുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഫിനാൻസ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഏജൻസികൾ, നീതി ആയോഗ് ഉൾപ്പെടെയുള്ള ഏജൻസികളെല്ലാം പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇനി വരാനിരിക്കുന്ന ഒരു വലിയ വിപത്ത് എന്ന് പറയുന്നത് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നതാണ്. ഇപ്പോൾ 25 വർഷക്കാലം കൂടി അത് ഫ്രീസ് ചെയ്ത് വെക്കുകയല്ലാതെ മാർഗമില്ല എന്ന് ഉറപ്പായും തെളിയിക്കുന്ന തരത്തിലേക്കാണ് സംഭവങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 543 അംഗ ലോക്സഭയിൽ, ഭരണഘടന അനുസരിച്ച് 550 ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത്. നമ്മൾ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലും കൂടെ നമ്മുടെ ഭാഗമാക്കി കണക്കാക്കിക്കൊണ്ട് അതും കൂടെ 550 നമ്മുടെ മൊത്ത സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ സംഖ്യ വർധനവ് വേണമല്ലോ എന്ന് ആലോചിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ശരിയാണ്, ജനസംഖ്യ വർദ്ധിച്ചിരിക്കുന്നു എന്നതൊക്കെ ശരിയാണ്. പക്ഷേ അതിനുവേണ്ടി ജനസംഖ്യാ നിയന്ത്രണം വളരെ ഫലപ്രദമായിരിക്കുമ്പോൾ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്ന ഒരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർ പിന്നെ ഒരു പുതിയ ഫോർമുലയായിട്ട് വന്നു, 50% കൊടുക്കാം എന്ന് പറഞ്ഞു. അത് വരുമ്പോഴുള്ള അപകടം എന്ന് പറയുന്നത്, ഇപ്പോൾ കേരളവും UPയും തമ്മിലുള്ള സീറ്റുകളുടെ എണ്ണം 60 ആണെങ്കിൽ, നമുക്ക് 20 ഉണ്ട്, അവർക്ക് 80 ഉണ്ട്. 60 ആണെങ്കിൽ 50% വർധനവ് വരുമ്പോൾ അത് 90 വർദ്ധിക്കും എന്നതാണ്. നമുക്ക് 30, UPക്ക് 120 മാറും. ഞാൻ മറ്റ് കണക്കുകളിലേക്ക് പോകുന്നില്ല.
ഈ ഡീലിമിറ്റേഷനും കൂടെ അവർ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ രാഷ്ട്രീയത്തിൻ്റെ ആ ഭാഗത്തെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. അച്യുതമേനോൻ പോലെ മഹാനായ ഒരു മനുഷ്യനെ അനുസ്മരിക്കുമ്പോൾ അത് സ്വാഭാവികമായും ആ കാലത്തൊന്നും അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിയാത്ത, അദ്ദേഹം ധാരാളം കാര്യങ്ങൾ കൺസൾട്ടൻസിയെക്കുറിച്ചൊക്കെ അദ്ദേഹം രാജ്യസഭയിൽ നടത്തിയ ചോദ്യങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ അമ്മത്തേനേക്കാളൊക്കെ എത്രയോ രാഷ്ട്രീയം മാറിയിരിക്കുന്ന മലീമസമായിരിക്കുന്ന ഒരു ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു പല പാർട്ടികളെയും പിളർത്തുകയും ധനമോഹികളായിരിക്കുന്ന സ്വാർത്ഥമതികളായിരിക്കുന്ന നേതാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ട് പ്രസ്ഥാനങ്ങളെ പിളർത്തുകയും അങ്ങനെ തങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള 2 ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ വരികയാണെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അവസ്ഥ വളരെ ശോചനീയമായിരിക്കും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നതുകൂടി ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില അജണ്ടകൾ ഏറ്റെടുത്തുകൊണ്ട് പുരോഗമന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ധാരാളം കാര്യങ്ങൾ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുണ്ട് എങ്കിലും ഞാൻ സമയക്കുറവിനാൽ ആ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇന്ത്യയുടെ ഭാവി അത് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യം ഹിന്ദു രാഷ്ട്രം നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നു എന്ന അപകടകരമായ ഒരു സാഹചര്യം അവൻ്റെ ഓരോ അജണ്ടയും നമ്മൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഒരു കാര്യം ലോകത്താകമാനം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ്. കേരളം 3 ലോക രാജ്യങ്ങൾക്കിടയിലെ ഒരു വിസ്മയമായ തുരുത്താണ്. വികസിതമായ പല രാജ്യങ്ങളോടും കിടപിടിക്കാൻ കഴിയുന്ന ഒട്ടേറെ നേട്ടങ്ങൾ കേരളം ഉണ്ടാക്കിയെടുത്തു. ആ നേട്ടങ്ങളുടെ പിറകിൽ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വഹിച്ച പങ്ക് തർക്കമറ്റ ഒന്നാണ്. ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ വഹിച്ച വലിയൊരു പങ്ക് നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. ഞാൻ അതിൻ്റെയും ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ മോഡലിലേക്ക് എത്തിക്കാട്ടാനും അതൊരു പരാജയപ്പെട്ട മോഡലാണ് എന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കുന്ന ഒട്ടേറെ സാമ്പത്തിക വിദഗ്ധരെയും നമുക്ക് കാണാൻ സാധിക്കും. മലയാളികളായിരുന്നു കൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഈ നേട്ടങ്ങളെ തള്ളിപ്പറയുന്ന ഒട്ടേറെ എഴുത്തുകാരെ, ഒട്ടേറെ ബുദ്ധിജീവികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഒരു വസ്തുത എന്താണ്? ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും നടപ്പാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആ അർത്ഥത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ കേരളത്തിൽ നടപ്പാക്കിയെടുക്കാൻ സാധിച്ചു എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ ചില ക്രിട്ടിക്സ് പറയുന്നൊരു കാര്യം ഗൾഫ് പണത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു എന്നതാണ്. ഗൾഫ് പണം കേരളത്തിൻ്റെ വികസനത്തിൽ വഹിച്ച ഒരു പങ്കിനെ യാഥാർത്ഥ്യബോധമുള്ളവരാരും തള്ളിക്കളയുന്നില്ല. പക്ഷേ അവല്ല യഥാർത്ഥ കാരണം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ചില ഗ്രാമങ്ങളുള്ളത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ചില ഗ്രാമങ്ങളുടെ ശരാശരി വരുമാനം എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ ഉയർന്ന അളവിലുള്ളതാണ്. കാരണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ പണം അയച്ചതുകൊണ്ട് മാത്രം ചില ഗ്രാമങ്ങൾ വളരെ സമ്പന്നമാണ് ഗുജറാത്തിൽ. പക്ഷേ ഗുജറാത്തിൻ്റെ പൊതുകണക്കെടുക്കുമ്പോൾ അവിടുത്തെ അന്തരം എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിത സൂചിക എടുത്തു നോക്കുമ്പോൾ വളരെ ഭീകരമാണ് എന്ന് കാണാൻ സാധിക്കും. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം വളരെ കൂടുതലാണ് എന്ന് കാണാൻ സാധിക്കും. വിദേശ പണത്തിൻ്റെ കുറവ് അവിടെ ഉള്ളത് കൊണ്ടല്ല. ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലുമെല്ലാം നല്ലതുപോലെ വിദേശ പണം വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ വരുന്നുണ്ട്, പഞ്ചാബിൽ വരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് വിദേശ പണം വരുന്ന ഈ സംസ്ഥാനങ്ങളൊന്നും അങ്ങനെ മാറാത്തത് എന്നാലോചിക്കുമ്പോൾ അതാണ് കേരളത്തിൻ്റെ ഇച്ഛാശക്തിയുടെയും കേരളത്തിൻ്റെ ഭരണനേതൃത്വത്തിൻ്റെയും പ്രത്യേകത എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ആ നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് മലയാളികൾ ഗൗരവമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ വിഭവങ്ങൾ വളരെ പരിമിതമായിക്കൊണ്ടിരിക്കുകയും അവനെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ കേരളം മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ പലയിടങ്ങളിലും ഈ ചില തമിഴ്നാട് എംപിമാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ വളരെ പരോക്ഷമായിട്ടാണെങ്കിലും സൗഹൃദ സംഭാഷണങ്ങളിൽ എങ്ങനെയാണ് ഈ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ആശങ്കപ്പെടുന്നവരാണ്. അത് പേഴ്സണലായ സംസാരങ്ങൾ അവർ പലപ്പോഴും പറഞ്ഞു പോകുന്നതാണ്. കാരണം എല്ലാ അർത്ഥത്തിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രദേശത്തെ ഞെക്കിക്കൊല്ലുന്നു എന്നൊരു ഫീലിംഗ് വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് കേരളത്തിന് ഈ നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഭാവിയുടെ വെല്ലുവിളികളെ അതിജീവിച്ച് പോകാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ കാര്യത്തിൽ വളരെ ഗൗരവമായ പരിശോധന ആവശ്യമുള്ള ഒരു സന്ദർഭമാണ്. ജീവിത സമ്പത്ത്, അനുഭവ സമ്പത്ത് കൂടിയിരിക്കുന്നവരുടെ ഒരു തലമുറ വർദ്ധിച്ചു വരുന്ന ഒരു ഘട്ടമാണ്. പ്രായം നമുക്ക് ശരാശരി ആയുരാരോഗ്യ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അതിൻ്റെ ഫലമായി വലിയ തോതിൽ ഇന്ന് നമ്മുടെ ആളുകളുടെ ജീവിത ദൈർഘ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേരളത്തിലാണ്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തവണ്ണം നമ്മുടെ വയോജനങ്ങളുടെ എണ്ണം കൂടിയിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതേസമയം യുവതലമുറയുടെ ജൻസി എന്ന് നമ്മൾ വിളിക്കാവുന്ന ഒരുപക്ഷെ യുവതലമുറയേക്കാൾ ചെറുത് ഇവരുടെ എല്ലാം വർധനവും
അവരുടെ എല്ലാം പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഈ രണ്ട് വിഷയങ്ങളെയും എങ്ങനെയാണ് ഫലപ്രദമായി നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയുക എന്നത് ഗൗരവപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടിയുള്ള ചില പരിശ്രമങ്ങൾ നമ്മൾ നടത്തിയെങ്കിലും നമുക്ക് എന്തുകൊണ്ടാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള കുട്ടികളെ ആകർഷിക്കാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ സർവകലാശാലകളും കോളേജുകളും മാറാത്തത് എന്നത് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഇപ്പോൾ കുട്ടികൾ പുറത്തേക്ക് പഠിക്കാൻ പോകുന്നു എന്ന് പറയുന്നതൊക്കെ നമുക്ക് അവസാനിപ്പിക്കണം എന്നില്ല. ആരെങ്കിലും പുറത്തേക്ക് പഠിക്കാൻ പോകുന്നതും എവിടെയെങ്കിലും കൂടുകൂട്ടുന്നതും ജീവിക്കുന്നതുമെല്ലാം പുതിയ കാലത്ത് വലിയ പാപമായി നമ്മൾ അവതരിപ്പിക്കേണ്ടതുമില്ല. പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്നത് വളരെ ആശങ്കയോടെ കാണുന്നവരുണ്ട്. പക്ഷേ അവരാഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് പോകുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് നീതീകരിക്കാൻ സാധിക്കും. പക്ഷേ സൗകര്യങ്ങളുടെ പര്യാപ്തമായ കോഴ്സിൻ്റെ അഭാവത്തിൻ്റെ പുറത്താണ് പോകുന്നതെങ്കിൽ അതാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അതും പുറത്തുപോക്കിന് ഒരു കാരണമാണ് എന്നുള്ളതാണ്. ഇവിടെ എത്രയേറെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാലും കാര്യങ്ങൾ എത്ര ഭംഗിയായി ചെയ്താലും ഒരുപക്ഷെ പോകാൻ ആഗ്രഹമുള്ള കുറേ പേര് പോയേക്കാം. അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. നമുക്ക് ലോകോത്തര നിലവാരത്തിലുള്ള കോഴ്സുകൾ നടത്താൻ മലയാളിക്ക് എല്ലാ തരത്തിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന മലയാളികളാണ്. വലിയ പ്രതിഭാസമ്പന്നമായ ഒരു സമൂഹമാണ് നമ്മുടേത്. പക്ഷെ അത് കൃത്യമായി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രതിഫലിപ്പിക്കുന്നതിന് നമുക്ക് സാധിക്കുമുണ്ടോ എന്നത് ഗൗരവപ്പെട്ട ഒരു പ്രശ്നമാണ്. അതിനാവശ്യമായ തുടർച്ചയായ അന്വേഷണങ്ങളും പഠനങ്ങളും നടത്തുകയും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ളവർക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ നവീകരിക്കാനുള്ള പരിശ്രമങ്ങൾക്കായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇന്ന് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വാരിക്കോരി കൊടുക്കുന്ന സൗജന്യങ്ങളാണ്. സോപ്സ് എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ഈ സൗജന്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളിലും ഭരണാധികാരികൾ അധികാരത്തിൽ വരുന്നത്. ഇതെല്ലാം തന്നെ ആ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഘടനയെ വലിയ തോതിൽ ദുർബലമാക്കുന്നു എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. വലിയ തോതിലുള്ള ആനുകൂല്യങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും അർഹിക്കുന്നവർക്കും സാധാരണക്കാർക്കും നമ്മൾ ആനുകൂല്യം എന്ന അർത്ഥത്തിലല്ല, ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് പറയുന്നതിൽ തർക്കമില്ല. പക്ഷേ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ യാതൊരു വിവേചനവുമില്ലാതെ കൊടുക്കുന്ന സൗജന്യങ്ങളും സൗകര്യങ്ങളും കൊണ്ട് എത്ര കാലം, പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്തിന് മുന്നോട്ട് പോകുമെന്ന് കഴിയുമെന്നത് ഗൗരവമായി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ മാത്രം ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ആവശ്യത്തെ സമീപിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പരിമിതികളുണ്ടാവാം. പക്ഷേ സമഗ്രമായ ഒരു അഴിച്ചുപണിക്ക്, പ്രത്യേകിച്ച് വിഭവപരിമിതി നല്ലതുപോലെ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ കേന്ദ്രം ബോധപൂർവം ആ നീക്കങ്ങൾ നടത്തുന്ന ഒരു ഘട്ടത്തിൽ, അത്തരം ഒരു കാര്യങ്ങളിൽ കൂടെ നമുക്ക് രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ ഒരു സമവായം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഭാവി കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യങ്ങളാണ്. സാധാരണ ഇത്തരം ചർച്ചകളിൽ സ്ഥാനം പിടിക്കുന്ന ടൂറിസത്തിൻ്റെ, കപ്പൽ ഗതാഗതത്തിൻ്റെ, ജലഗതാഗതത്തിൻ്റെ ഒക്കെ സാധ്യതകൾ, അതുമായി ബന്ധപ്പെട്ട മറ്റധികം വിഷയങ്ങളിലേക്ക് മുമ്പ് ഞാൻ കടന്നു പോകുന്നില്ല. ചെറുകിട വ്യവസായങ്ങളെ MSME ശക്തിപ്പെടുത്തേണ്ടതിൻ്റെയും സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിനകത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ സ്ഥാപിച്ചു. അതെല്ലാം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി എങ്ങനെയാണ് നേട്ടങ്ങൾ നിലനിർത്തുകയും പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ നമുക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ കാര്യത്തിൽ ഉള്ള നല്ല അന്വേഷണങ്ങളും പഠനങ്ങളുമാണ് നമുക്ക് വേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കാഴ്ചപ്പാടാണ് എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. മലയാളി ലോകത്തിൻ്റെ മാറുന്ന സാഹചര്യങ്ങളോട് എത്രയും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്ന, അത് ആ പ്രവണതകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ്. വിജ്ഞാന സമ്പദ്ഘടന എന്നൊക്കെ പറയുന്ന ആശയം വളരെ ഫലപ്രദമായി നടപ്പാക്കാൻ ശ്രമിച്ച ഒരു LDF ഗവൺമെൻറ്റിൻ്റെ കാലം കേരളത്തിൽ അവസാനിച്ചു. പുതിയ സാമൂഹ്യമായ ധാരാളം വെല്ലുവിളികൾ ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിഭീകരമായ സാമൂഹ്യ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ശക്തികൾ ഇവിടെ വളരെ സജീവമായിരിക്കുന്ന ഒരു കേരളത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതും കൂടെ കണ്ടുകൊണ്ട് മാത്രമേ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ആ ചർച്ചകളിൽ അച്യുതമേനോൻ്റെ ചെയറിനും അച്യുതമേനോൻ്റെ പ്രസ്ഥാനത്തിനും വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. ആ പങ്ക് തുടർന്ന് നിർവഹിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ C. അച്യുതമേനോൻ ചെയർ വളരെ പ്രധാനപ്പെട്ട, ആഴത്തിൽ തുടർന്നും ചർച്ചകൾ നടക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. കേരളത്തിൻ്റെ ഭാവി. വികസനം എന്ന വാക്ക് ലോകത്തിൽ പലതരത്തിലും നിർവചിക്കപ്പെടുന്നുണ്ട്. ആ വാക്ക് പറയുമ്പോൾ മുതലാളിത്തം നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന ചില ബിംബങ്ങളുണ്ട്. അത് പശ്ചാത്തല വികസന ബിംബങ്ങളാണ്. റോഡ്,
പാലം, കെട്ടിടം, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഉടൻ ഉണർന്നു വരുന്ന ബിംബങ്ങളാണ്. അത് മുതലാളിത്തം സൃഷ്ടിച്ച ബിംബങ്ങളാണ്. അതൊന്നും വികസനത്തിൽ വേണ്ട എന്നല്ല അർത്ഥം. അതാണ് വികസനം എന്നതാണ് തെറ്റ്. അതുമാത്രമാണ് വികസനം എന്നതാണ് തെറ്റ്. അങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും കമ്പോളത്തിന് വേണ്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്ത് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കലാണ് വികസനമെന്ന് മുതലാളിത്തം പറയുന്നു. മുതലാളിത്തം ചുരുക്കി പറയുന്നത് സമ്പത്തുൽപാദനമാണ് വികസനം. അതുകൊണ്ട് വികസനത്തെ അളക്കാൻ മുതലാളിത്തം ഒരു അളവുകോലുണ്ടാക്കിയിട്ടുണ്ട്. അത് GDP ഗ്രോത്ത് റേറ്റ് ആണ്. GDP വളർന്നാൽ വികസനമായി. ഇതാണ് മുതലാളിത്ത സങ്കല്പം. അതുകൊണ്ട് സ്വാഭാവികമായും GDP വളർത്താനുള്ള ശ്രമങ്ങളാണ് എല്ലാ രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മുതലാളിത്തത്തിൻ്റെ വലിയ സ്വാധീനമാണ്. അതുകൊണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും വികസിതമാണോ അല്ലെങ്കിൽ വികസനം ഉണ്ടോ എന്ന് അളക്കാൻ ഉപയോഗിക്കുന്നത് ഈ GDP ഗ്രോത്ത് റേറ്റാണ്. അപ്പം അങ്ങനെ GDP ഗ്രോത്ത് റേറ്റ് ലോകത്തിൻ്റെ വികസന അളവുകോലായി മാറിയപ്പോൾ യഥാർത്ഥത്തിൽ വികസനത്തിൽ വരേണ്ട പല ഘടകങ്ങൾ അപ്രത്യക്ഷമായി. അതുകൊണ്ടാണ് ദാരിദ്ര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, പാർശ്വവൽക്കരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗവീക്ഷണമില്ലാത്ത സാമ്പത്തിക ലാഭം മാത്രം മുന്നിൽ വെച്ച ഒരു വികസന സങ്കല്പം മുതലാളിത്തം ലോകത്ത് വളർത്തിയെടുത്തു. ഇത് വളർന്നു വരുമ്പോഴാണ് മാർക്സ് പറഞ്ഞത് ഈ സമ്പദ് വ്യവസ്ഥ തകരും. അതിനകത്ത് തന്നെ അത് തകരുവാനുള്ള എല്ലാ ഘടകങ്ങളുമുണ്ട്. പാർശ്വവൽക്കരണമാണ് മാർക്സ് ഉദ്ദേശിച്ചത്, നമുക്കറിയാം. അതിലൂടെ വാങ്ങൽ ശേഷി കുറയും എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. വാങ്ങൽ ശേഷി കുറഞ്ഞാൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയും. അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറഞ്ഞാൽ കമ്പോളം തകരും. ഇറ്റ്സ് വെരി സിമ്പിൾ. അതാണ് 1929 ആദ്യത്തെ ഗ്ലോബൽ ഡിപ്രഷനിൽ സംഭവിച്ചത്. അത് തന്നെയാണ് രണ്ടാമത്തെ 72 ന്യൂ ലിബറൽ പോളിസി വരുന്നതിന് തൊട്ട് മുമ്പുള്ള കെയ്ൻസിൻ്റെ സിദ്ധാന്തം തകർന്നു പോയത്. ഇതൊക്കെ മണിക്കൂറുകളോളം പറയേണ്ട വിഷയം ഓരോ വരികളിലൂടെ പറയുന്നത് മാത്രം. ആ മുതലാളിത്തം പലതവണ തകർന്നപ്പോൾ തന്നെ ലോകം പഠിക്കുന്നു മാർക്സ് പറഞ്ഞതാണ് ശരി. സമ്പത്തിൻ്റെ ഉൽപ്പാദനം എന്നത് വികസനമാണ്. അത് ഒരു പ്രത്യേക ഉൽപ്പാദന ബന്ധമുള്ള വ്യവസ്ഥയിൽ ഒരു വർഗത്തിൻ്റെ കൈകൾ എത്തിച്ചേരുമെന്നും മറുവർഗം തകർന്നു പോകുമെന്നും അതിലൂടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് തകരുമെന്നും കമ്പോളം തകരുമെന്നും മാർക്സിസം വിശ്വസിച്ചു. അത് ശരിയാണ് എന്ന് പറഞ്ഞ് മാർക്സിസ്റ്റുകാരല്ല, മാർക്സ് പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞത് കെയ്ൻസും അതിനുശേഷം നിയോലിബറൽ പോളിസിയുടെ വക്താക്കളുമൊക്കെയാണ്. മുതലാളിത്തം തന്നെയാണ് പറഞ്ഞത്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കല്ല പോകുന്നത്. ഏതായാലും ചുരുക്കത്തിൽ മുതലാളിത്തം ലോകത്ത് വികസനം എന്ന ആശയം വളരെ മനോഹരമായി, ഇൻവെർട്ടഡ് കോമയിലെ മനോഹരമായി വളർത്തിയെടുത്തു. GDP അതിൻ്റെ വ്യത്യം അളവുപോലായി മാറി. അത് വികസനം അളക്കാൻ കഴിയില്ല. അത് ഇത്രയും വാചകത്തിൽ നിർത്തണേ ഉള്ളൂ. ഇത് തന്നെ 1-2 മണിക്കൂർ പറയേണ്ട, ഒരുപാട് ഡേറ്റയൊക്കെ വെച്ച് വിശകലനം ചെയ്യേണ്ട, മറ്റേ CH മേനോൻ ചെയറൊക്കെ അത്തരത്തിൽ വലിയ വിശകലനം നടത്തേണ്ടതാണ്. യെസ്. അപ്പം അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇത് ശരിയാണ്. അതായത് മുതലാളിത്തം കൊണ്ടുവന്ന വികസനം തെറ്റാണ് എന്ന് പറയുന്നത് ശരിയാണ്. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് തെളിയിക്കാൻ ഇന്ത്യയുടെ ചില കണക്കുകൾ എടുത്താൽ മതി. ഇന്ത്യയുടെ വികസനവും അളക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ GDP ഗ്രോത്ത് റേറ്റ് വെച്ചാണ്. അതുപോലെ മൊത്തം സമ്പത്തിൻ്റെ ഉൽപ്പാദനം വെച്ചാണ്. അങ്ങനെ അളക്കുമ്പോൾ ലോകത്ത് 4ാമത്തെ GDP ഉള്ള രാജ്യമായി ഇന്ത്യ മാറി. ഒക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ലോകത്ത് ഏറ്റവും കൂടുതൽ GDP ഉള്ള രാജ്യം അമേരിക്കയാണ്. 4ാമത്തെ രാജ്യം ആയിരുന്നത് ജപ്പാനാണ്. 5ാമത്തെ രാജ്യമായിരുന്നു ഇന്ത്യ. സമ്പത്തുൽപാദനത്തിൽ GDP, മൊത്തം GDP ഇപ്പോൾ അല്പം ജപ്പാൻ്റെ GDPയേക്കാൾ കൂടുതൽ ഇന്ത്യക്ക് വന്നു. അപ്പോൾ ഇന്ത്യ ലോകത്തെ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറി. അതാണ് BJP പറയുന്നത് ഇന്ത്യ
ലോകത്തെ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയാണ്, വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി അത് 3ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറും. ജപ്പാനിലാകെ 12 കോടി ജനങ്ങളാണ്. ഇന്ത്യയിൽ 144 കോടി ജനങ്ങളാണ്. 12 കോടി ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സമ്പത്ത് 144 കോടി ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്തിനോടൊപ്പമാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥശൂന്യത ഏകദേശം വ്യക്തമാകും. ഒന്നുകൂടി വ്യക്തമാക്കാം. ഞാൻ 2-3 കണക്കുകളെ പറയുന്നുള്ളൂ. ദീർഘമായി പറയാവുന്ന കണക്കുകളുണ്ട്. ഞാൻ ഈ പറയുന്ന കണക്കുകളൊക്കെ ഇപ്പോൾ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. വസ്തുതാപരമായിട്ട് മാത്രമാണ് പറയുന്നത്. ഈ വളർച്ച തെറ്റാണ്, ഈ വികസനം തെറ്റാണ്. നോക്കിക്കോളൂ. GDP വളരുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കുറയുകയാണ്. മനുഷ്യവിഭവ വികസനത്തിന് സ്ഥാനമില്ലാത്തതാണ് മുതലാളിത്ത വികസനം എന്നർത്ഥം. ഇന്ത്യ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് വളരുമ്പോൾ 144 കോടി ജനങ്ങൾ, ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരുള്ള രാജ്യത്തിൻ്റെ മനുഷ്യവിഭവ വികസനം പുറകിലോട്ടാണ്. ഇന്ത്യയുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ പൊസിഷൻ എവിടെയാണെന്നറിയാമോ? 132ാമത്തെയാണ്. ലോകത്താകെ 205 രാജ്യങ്ങളുണ്ട്. അതിൽ 195 രാജ്യങ്ങളെ ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ 180 രാജ്യങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 132ാമത്തെയാണ്. ഇന്ത്യയിലെ ജനസംഖ്യ ലോകത്ത് 1ാമത്തെയാണ്. GDP 4ാമത്തെയാണ്. മനുഷ്യവികസനം 132ാമത്തെയാണ്. അപ്പോൾ മുതലാളിത്ത വികസനം തെറ്റാണ് എന്ന് ഇന്ത്യയുടെ ഈ അനുഭവം വ്യക്തമാക്കുന്നു. ഒരെണ്ണം കൂടി പറയാം. ഇതുപോലെ വികസനം നടന്നുവെങ്കിൽ കുറയേണ്ട ഒന്നാണ് ദാരിദ്ര്യം. ഇന്ത്യയുടെ പോവർട്ടി ഇൻഡെക്സ് 123 രാജ്യങ്ങളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പോവർട്ടി ഇൻഡെക്സ് അടിച്ചു നോക്കി അപ്പോൾ കിട്ടും. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 102ാമത്തേതാണ്. അപ്പോൾ രാജ്യം വളരുന്നു എന്ന് BJP പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, സമ്പദ് വ്യവസ്ഥയിൽ GDP വളരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, രാജ്യം ലോകത്ത് 5ാമത്തെ രാജ്യം വരുമ്പോൾ രാജ്യത്തിൻ്റെ ദാരിദ്ര്യം താഴോട്ട് പോവുകയാണ്. 102ാമത്തെയാണ്. മറുപടി പറയാൻ പറ്റാത്തതാണത്. ഇന്ത്യ വളരുന്നു എന്ന് എങ്ങനെ സ്ഥാപിക്കും? 102. ഒരെണ്ണം കൂടി പറയാൻ തോന്നുന്നു. സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ഇത് പറയാം. എവിടെ ഇന്ത്യ എന്നറിയാൻ ഒരെണ്ണം കൂടി പറയാം. കാരണം ഞാൻ പറയാൻ പോകുന്നതിൽ വരുന്നൊരു ഘടകമാണ് എന്നുള്ളതുകൊണ്ട് മാത്രം. പാരിസ്ഥിതിക ഇൻഡെക്സ്, മുതലാളിത്തം വിസ്മരിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതിൽ 180 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 181ാമത്തെ അല്ല എന്ന ഭാഗ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ 150ാമത്തെയാണ്. പാരിസ്ഥിതിക ഇൻഡെക്സ് 180ാമത് നിൽക്കുന്ന രാജ്യം, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ 132ാമത് നിൽക്കുന്ന രാജ്യം, പോവർട്ടി ഇൻഡെക്സിൽ 102ാമത് നിൽക്കുന്ന രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതും കഴിഞ്ഞ വർഷം 131ാം സ്ഥാനം, ഇത് 132ആയി. അത് വളർച്ചയല്ല, പിറകോട്ട് പോക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള യഥാർത്ഥ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സുകൾ പിറകോട്ട് പോകുമ്പോഴും നമ്മൾ വളരുന്നു എന്ന് പറയാനുള്ള കാരണം മുതലാളിത്ത സങ്കല്പ വികസനമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. മുതലാളിത്ത വികസനം സമൂഹത്തിന് നൽകുന്ന ആശയം സമ്പത്തിൻ്റെ ഉൽപ്പാദനം മതി. അതിൻ്റെ വിതരണത്തെക്കുറിച്ച് പറയുന്നില്ല. അത് ഉൽപ്പാദിപ്പിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നില്ല. അത് ഉൽപ്പാദിപ്പിക്കുന്ന ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്നില്ല. ഒന്നുമില്ല. എല്ലാം ഈ സമ്പത്ത് ഉൽപ്പാദനത്തിൽ ഒതുങ്ങുകയാണ്. ഇത് കേരളത്തിൽ പെട്ടെന്ന് ഞാൻ കേരളത്തിലേക്ക് ഒന്ന് പകർന്നു തന്നാൽ, ഒന്ന് പകർന്ന് വെച്ചാൽ ഒന്നുകൂടി വ്യക്തമാകും. ഈ മുതലാളിത്ത വികസന സങ്കല്പം അപ്പാടെ നടപ്പിലാക്കാത്ത ഇന്ത്യയിലൊരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ശക്തമാണ് എന്നുള്ളതുകൊണ്ട് മുതലാളിത്ത വികസനത്തെ അപ്പാടെ പകർത്താൻ ഇവിടെ തയ്യാറല്ല. ഭൂപരിഷ്കരണം അടക്കം ബദലായ സംവിധാനങ്ങൾ ഇവിടെ നടപ്പിലാക്കിയതുകൊണ്ട് മുതലാളിത്തം തകർത്ത് കളഞ്ഞ് നേരത്തെ പറഞ്ഞ മനുഷ്യ വികസനവും പാരിസ്ഥിതിക മറ്റ് വികസനവുമൊക്കെ അല്പമെങ്കിലും മെച്ചപ്പെട്ട രീതിയിൽ കേരളത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ GDP ഒരുപക്ഷെ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളുടെ GDP അത്ര ഉണ്ടായി എന്ന് വരില്ല. പക്ഷേ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്
ലോകത്തെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനം നോർവേക്കാണ്. നോർവേ. കേരളത്തിൻ്റെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് മറ്റേ ഗൂഗിൾ നോക്കി കിട്ടില്ല. കാരണം രാജ്യങ്ങളുടെ HDI മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് ലോകത്തിൽ കേരളം എത്രാം സ്ഥാനം കണക്കാക്കി പ്രസിദ്ധീകരിച്ചിട്ടില്ല. പക്ഷേ അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിലേക്ക് കേരളത്തിൻ്റെ ഡേറ്റ അങ്ങ് സപ്ലൈ ചെയ്താൽ വിതിൻ നോ ടൈം ഉത്തരം കിട്ടും. ആ ഉത്തരം എത്രയാണെന്നറിയോ? നോർവേയുടെ ഒപ്പമാണ്. നോർവേയുടെ ഒപ്പമാണ്. അതായത് കേരളം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ നമ്പർ 1 ആണ് എന്നർത്ഥം. അത് ഡേറ്റ ആയിട്ട് കിട്ടില്ല. അതിൻ്റെ കാരണം അങ്ങനെ പ്രസിദ്ധീകരണം വന്നിട്ടില്ല. പക്ഷെ നമുക്കറിയാം അതിൻ്റെ ഇക്വേഷൻസ്. അതിലേക്ക് കേരളത്തിൻ്റെ ഡേറ്റ് സപ്ലൈ ചെയ്താൽ നമ്മൾ നോർവേയിൽ നമ്പർ 1 ആണ്. അപ്പോൾ കേരളം നമ്പർ 1, ഇന്ത്യ 132-ാമത്തെ സ്ഥാനം നിൽക്കുമ്പോൾ കേരളം നമ്പർ 1 ആണ്. മറ്റേതെടുത്ത് നോക്കിയോളൂ, സാക്ഷരത എടുത്ത് നോക്കിയോളൂ, പാരിസ്ഥിതിക ഇൻഡെക്സ് എടുത്ത് നോക്കിയോളൂ, എന്തെടുത്ത് നോക്കിയാലും കേരളം ഇന്ത്യയിൽ നിന്നും വ്യത്യസ്തമാണ്. എന്താ കാരണം? അവിടെയാണ് കേരളത്തിൻ്റെ ഭാവി എന്ന വിഷയം വരുന്നത്. കേരളത്തിൽ അച്യുതൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം ഒരു ബദൽ വികസന സങ്കല്പം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഉൽപാദന ബന്ധങ്ങളെ പറ്റാവുന്ന രീതിയിൽ തകർത്തുകൊണ്ട് ശാസ്ത്രബോധവും വർഗബോധവും വളർത്തി ഒരു ബദൽ സങ്കല്പം, വികസന സങ്കല്പം കേരളത്തിൽ വളർത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി, മുതലാളിത്ത രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൻ്റെ വികസനം വളർന്നത്. അപ്പോൾ ആ വ്യത്യാസം എന്ത് ഞാൻ പിന്നെ പറയാം. ഇതാണ് പോയിൻ്റ്. അതാണ് ഈ വ്യത്യാസമാണ് കേരളത്തിലുള്ളത്. മുതലാളിത്ത സങ്കല്പത്തിൽ വ്യത്യസ്തമായി ഒരു വികസന സങ്കല്പം, ഒരു വർഗവീക്ഷണം ഇവിടെ വികസനത്തിനുണ്ടായിരുന്നു. ശരി, യഥാർത്ഥത്തിൽ അത് ബദലാണോ എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരും പറയും അല്ല. മുതലാളിത്ത വികസനത്തിൻ്റെ ബദൽ സോഷ്യലിസ്റ്റ് വികസനം തന്നെയാണ്. ഒരു സംശയവും ആർക്കുമില്ല. പക്ഷേ ഇന്ത്യൻ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ, ഇന്ത്യയിലെ ഉൽപാദന ബന്ധങ്ങൾ നിൽക്കുന്ന അവസ്ഥയൊക്കെ നിങ്ങൾക്കറിയാം. ഞാനൊന്നും വിശദീകരിക്കേണ്ട ഇങ്ങനത്തെ വേദിയിൽ. ആ അവസ്ഥയിൽ കേരളം അതിനകത്തൊരു സംസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് അത്തരത്തിൽ ഒരു വികസന സങ്കല്പം അർത്ഥപൂർണമായി ഇവിടെ നടപ്പിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് സാർത്ഥകമായൊരു ബദൽ, സാർത്ഥകമായ ഇടതു ബദൽ കേരളത്തിൽ വികസിപ്പിച്ചെടുക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ പ്രത്യേകത. ഈ കണക്കുകൾ തന്നെ വ്യക്തമാണ്. അവിടെ 132, ഇവിടെ 1. അതിൻ്റെ കാരണം അറിയണം. ആ നയമാണ് പ്രധാനപ്പെട്ടത്. കാരണം ഈ ബദലാണ്. ശരി, ആ ബദൽ എന്താ? ആ ബദലിൽ 4 ഘടകങ്ങളുണ്ട്. വളരെ ചുരുക്കിയ ഞാൻ പറയുന്നത്. ആ ബദലിൽ 4 ഘടകങ്ങളുണ്ട്. മുതലാളിത്തത്തിൻ്റെ വികസനത്തിൽ ഒരു ഘടകമേ ഉള്ളൂ, ഒരൊറ്റ ഘടകം. അത് കമ്പോളത്തിന് വേണ്ടി സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുക. കൃഷി എന്തിനാ? കച്ചവടത്തിന്. മനുഷ്യൻ എന്തിനാ? അതും ആരോഗ്യരംഗത്തൂടെ കച്ചവടത്തിന്. ഈ വിണ്ണെന്തിനാ? അതും കച്ചവടത്തിന്. വെള്ളം എന്തിനാ? അതും കച്ചവടത്തിന്. എല്ലാം അങ്ങനെ പണമുണ്ടാക്കാനുള്ളതാണെന്നുള്ള വികസന സങ്കല്പത്തിൽ വ്യത്യസ്തമായി കേരളം 4 ഘടകങ്ങളെ വികസിപ്പിച്ചെടുത്തു. ഒന്ന്, ഉൽപ്പാദനത്തിൻ്റെ വർധനവ് തന്നെയാണ്. പക്ഷേ അത് ഭൂപരിഷ്കരണം നടത്താതെ മറ്റ് ഘടകങ്ങളിലൂടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല. ആ ബന്ധങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമം നമ്മൾ നടത്തി. വിശദീകരിക്കണമെങ്കിൽ മണിക്കൂറുകൾ വേണം, പോകുന്നില്ല. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെയാണ് കേരളം വ്യത്യസ്തമാകുന്നത്, മുതലാളിത്തത്തിൽ നിന്നും വ്യത്യസ്തമാകുന്നത്. അത് സമ്പത്തിൻ്റെ നീതിപൂർവകമായ വിതരണമാണ്. രണ്ടാമത്തെ ഘടകം, കേരളം സ്വീകരിച്ച വികസന ബദലിലെ ഘടകം സമ്പത്തിൻ്റെ നീതിപൂർവകമായ വിതരണമാണ്. അതിലൊന്ന് 57 നമ്മൾ തുടങ്ങിയ ഭൂപരിഷ്കരണം തന്നെയാണ്. അവിടെ നിന്ന് പൊതുമേഖല എന്ന ആശയത്തെ ശക്തമാക്കാൻ ശ്രമിക്കുന്നതടക്കം സമ്പത്തിൻ്റെ നീതിപൂർവകമായ വിതരണം എന്നത് കേരളത്തിലെ ദാരിദ്ര്യം കുറയ്ക്കാനും അവശത കുറയ്ക്കാനും പാർശ്വവൽക്കരണം കുറയ്ക്കാനും സാധ്യതയുണ്ടാക്കി. മുതലാളിത്തത്തിൽ ഇതില്ല. ആവർത്തിച്ച് പറയാണ്, മുതലാളിത്തത്തിൽ ഇതില്ല. അതുകൊണ്ടാണ് സ്റ്റിഗ്ലിറ്റ്സിനൊരു പുസ്തകം എഴുതേണ്ടി വന്നത്. എന്താ? ദ ഗ്രേറ്റ് ഡിവൈഡ്. സ്റ്റിഗ്ലിറ്റ്സിൻ്റെ ഏറ്റവും മനോഹരമായ ബുക്ക് അതാണ്, ദ ഗ്രേറ്റ് ഡിവൈഡ്. മുതലാളിത്തത്തിൻ്റെ ഏറ്റവും ഭീഭത്സമായ മുഖത്തെ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്തിരിക്കുകയാണ് സ്റ്റിഗ്ലിറ്റ്സ്.
ആ പുസ്തകത്തിൻ്റെ പേരാണ് ദ ഗ്രേറ്റ് ഡിവൈഡ്. ലോകം രണ്ടായിട്ട് വിഭജിക്കുന്നു, പണക്കാരനും പാവപ്പെട്ടവനും. ആ വിഭജനം വരാനുള്ള കാരണം സമ്പത്തിൻ്റെ വിതരണമില്ലാത്തതാണ്. സമ്പത്തിൻ്റെ വിതരണമില്ലാത്തതിൻ്റെ കാരണം ഉൽപ്പാദന ബന്ധങ്ങൾ അത്തരത്തിൽ നിന്നതുകൊണ്ടാണ്. അങ്ങനെ നിൽക്കുന്നൊരവസ്ഥയിൽ കേരളം വ്യത്യസ്തമായി സമ്പത്തിൻ്റെ വിതരണം. 2, ഇതെത്ര മണിക്കൂർ വേണമെങ്കിൽ പറയാം. അതൊക്കെ ഒരുപാട് ഉദാഹരണം വയ്ക്കുമ്പോൾ മനോഹരമായിട്ട് മനസ്സിലാവും. സാധാരണക്കാരെ ഇത് പറഞ്ഞ് പഠിപ്പിക്കണം എന്ന വിനീതമായൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. മൂന്നാമത്തെ ഘടകം, വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ ഘടകം പാരിസ്ഥിതികമായ സന്തുലനം. പാരിസ്ഥിതികമായ സന്തുലനം എന്നുള്ള ഘടകം പരിസ്ഥിതിയെ നിലനിർത്തുന്നത് വികസനത്തിലൊരു ഘടകമാണ് എന്ന സങ്കല്പം വികസിപ്പിച്ചെടുക്കാനാണ്. അങ്ങനെയാണ് കേരളത്തിൽ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഒരുപാട് സമരങ്ങളുണ്ടായതും അതിലൂടെയെല്ലാം പല മാറ്റങ്ങളുണ്ടായതും. അങ്ങനെ പാരിസ്ഥിതികമായ അവസ്ഥ അവിടെ എത്രയോ ഓർമ്മയുണ്ടാവും. ഞാനൊരു കണക്ക് വെറുതെ പറഞ്ഞതല്ല. 180 രാജ്യങ്ങളുടെ പട്ടികയിൽ 180ാമത്തെ രാജ്യത്ത് ഇന്ത്യ നിൽക്കുമ്പോൾ കേരളം 1ാമത്തെയോ 2ാമത്തേതോ ആണ്. കേരളം 1ാമത്തെയോ 2ാമത്തെയോ ആണ്. പാരിസ്ഥിതിക സന്തുലനത്തിൽ കേരളം ഇന്ത്യയിൽ മികച്ച സംസ്ഥാനം, പോരാ ലോകത്ത് മികച്ചതാണ്. ഇതിലും മെച്ചത്തിലേ ഉണ്ടായിരിക്കാം, പക്ഷേ അങ്ങാണ്. അത് ഈ ഘടകം ഉള്ളത് കൊണ്ടാണ്. 3ാമത്തെ ഘടകം പറഞ്ഞു. 4ാമത്തെ ഘടകം വളരെ സുപ്രധാനമായത് അതാണ് സാമൂഹികമായ സ്വസ്ഥത. അതാണ് സാംസ്കാരിക പദ്ധതികൾ. സാമൂഹികമായ സ്വസ്ഥത ഉണ്ടാകുന്നത് നവോത്ഥാനത്തിലൂടെ വളർന്നു വന്ന സംസ്കാരത്തിലൂടെയാണ്. സാംസ്കാരികമായ വശം ഇതൊന്നും മുതലാളിത്ത വികസനത്തിൽ ഇല്ല. അതുകൊണ്ട് അവിടെ അത്തരത്തിലുള്ള സാംസ്കാരിക ചലനങ്ങളാണ് ഉണ്ടാകുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതിയെയും മനുഷ്യനെയും മനുഷ്യ പ്രകൃതി സ്ഥൂല സൂക്ഷ്മ ബന്ധങ്ങളെയും കൃത്യമായി വിശകലനം ചെയ്യുന്ന സാംസ്കാരിക ബിംബങ്ങൾ കേരളത്തിൽ കവിതയിലൂടെയും കഥയിലൂടെ ഉണ്ടാവാനുള്ള കാരണം ഈ പറയുന്ന ഘടകം വികസനത്തിലുണ്ട് എന്നുള്ളതാണ്. ആ ഘടകത്തിൻ്റെ പേരാണ് സാമൂഹികമായ സ്വസ്ഥത. ഒരു പോയിൻ്റ് വളരെ പ്രധാനപ്പെട്ടത്, ഈ സാമൂഹികമായ സ്വസ്ഥത എന്ന ആശയത്തിൽ നിന്നും വികസിച്ചു വരുന്നതാണ് മതനിരപേക്ഷ സങ്കല്പം. ഇത് വലിയൊരു വർഗവീക്ഷണമാണ്. മതനിരപേക്ഷ സങ്കല്പം. മനുഷ്യനൊന്നാണ്. കുമാരനാശാൻ കവിത എഴുതി ചണ്ടാല ഭിക്ഷുകി. കുമാരനാശാൻ എടുത്തൊരു വാക്ക് ദാഹം എന്നുള്ളതാണ്. എങ്ങനെ നവോത്ഥാന ആശയത്തെ ജനങ്ങളുടെ മനസ്സിലെത്തിക്കും? കവിക്ക് തോന്നിയത് എനിക്കൊരു കവിത എഴുതാനാണ്. ആ കവിതയാണ് ചണ്ടാല ഭിക്ഷുകി. എല്ലാവരും ഒന്നാണെന്ന് മനസ്സിലാവും. അദ്ദേഹം എടുത്ത വാക്ക് ദാഹം എന്ന വാക്കാണ്. ദാഹം. ഇവിടെ ഇരിക്കുന്ന ആർക്കാ ദാഹിക്കാത്തത്? ഈ ഭൂമിയിലുള്ള ആർക്കാ ദാഹിക്കാത്തത്? മനുഷ്യന് മാത്രമാണോ ദാഹം? എല്ലാവർക്കും ദാഹം ഒന്നാ. ജാതി തിരിച്ചാണോ ദാഹം? മതം തിരിച്ചാണോ ദാഹം? മനുഷ്യനല്ല ഒന്നാണ് എന്ന് പറയുന്ന കവിത ഉൽപ്പാദിപ്പിച്ചത് ഇവിടെ നവോത്ഥാനം ഉണ്ടായതുകൊണ്ടാണ്, വികസനമുണ്ടായതുകൊണ്ടാണ്, ഈ പറഞ്ഞ വികസന സങ്കല്പം ഉണ്ടായതുകൊണ്ടാണ്. ഒരു മുതലാളിത്ത വികസന പശ്ചാത്തലത്തിൽ, ഒരു വർഗീയ ചിന്തകളുടെ പശ്ചാത്തലത്തിൽ ഈ കവിത ഒരുപക്ഷെ ഉയർന്നു വരുമായിരുന്നില്ല. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. അപ്പം അതുകൊണ്ട് സാമൂഹിക സ്വസ്ഥത, അതാണ് കേരളം മതനിരപേക്ഷമായി നിൽക്കുന്നത്. അതാ കേരളം വർഗീയതയിലേക്ക് കടന്നു വരാത്തത്. അപ്പോൾ അങ്ങനെയുള്ള വികസന സങ്കല്പം, ഈ 4 ഘടകങ്ങളും കൂടി തന്നെയാണ് നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഇത് കേരളത്തിൻ്റെ തനിമയാണ്. ഈ അവസ്ഥയിൽ ഒരു പോയിൻ്റ് കൂടി സൂചിപ്പിക്കാം, വളരെ വിശദമായിട്ട് പറയേണ്ടതാണ്. 91-ൽ ഇതിന് വലിയ മാറ്റം ഉണ്ടായി. അത് ന്യൂലിബറൽ പോളിസി ഇന്ത്യയിൽ വന്നപ്പോഴാണ്. ന്യൂലിബറൽ പോളിസി ഇന്ത്യയിൽ വന്നപ്പോൾ താൻ വെറും മുതലാളിത്ത വികസനമല്ല, ഫിനാൻസ് ക്യാപിറ്റലിൻ്റെ താല്പര്യമുള്ള വികസനമാണ്. അപകടകരമായ വികസനം. ഊഹക്കച്ചവടം ആണ്, കച്ചവടമല്ല, ഊഹക്കച്ചവടമാണ് വലുത് എന്ന് പറയുന്ന ന്യൂലിബറൽ പോളിസി വന്നതോടുകൂടി മുതലാളിത്ത സങ്കല്പം പിടിവിട്ടങ്ങ് പായുകയാണ്. മനുഷ്യരെ പിറകിലാക്കിക്കൊണ്ട് പണത്തെ ഉയർത്തിപ്പിടിച്ച് പിടിവിട്ട് പായുകയാണ് യഥാർത്ഥത്തിൽ ഫിനാൻസ് ക്യാപിറ്റൽ താല്പര്യത്തിൻ്റെ മുതലാളിത്തം. ആ മുതലാളിത്ത വളർച്ചയിൽ വർഗീയത കടന്നു വരും. ഫാസിസം ഉണ്ടെങ്കിലേ ഇതെല്ലാം നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന അവസ്ഥ കടന്നു വരും. ഇതൊക്കെ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വ്യത്യസ്തമായി നമ്മൾ ഈ ഘടകങ്ങളെ ചേർത്ത് വച്ച് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ദാരിദ്ര്യത്തെയും എല്ലാം, ഒരു വർഗവീക്ഷണം അവിടെയാണ്.
പാർശ്വവൽക്കരിക്കപ്പെടാതിരിക്കുക, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരിക, മതനിരപേക്ഷ അന്തരീക്ഷം ഉണ്ടാകുക എന്ന ആ വർഗവീക്ഷണം ഈ 4 ഘടകങ്ങളിലൂടെ കേരളം നടപ്പിലാക്കി എന്നുള്ളതാണ് കേരളത്തിൻ്റെ വികസനം എന്താണ് എന്നുള്ള മണിക്കൂറുകളോളം പറയേണ്ട വിഷയത്തിൻ്റെ നട്ട്ഷെൽ, ചെറിയത്. അതാണ് സുസ്ഥിര വികസനം എന്നവർ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ തോന്നും, ഒരു വാചകം ചിലപ്പോൾ ശ്രദ്ധിക്കുന്നവർക്ക് തോന്നാം, അന്താരാഷ്ട്ര തലത്തിൽ മുതലാളിത്വവും സുസ്ഥിര വികസനം എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ വാക്കുണ്ട്, അവരും പറയേണ്ട സുസ്ഥിര വികസനം എന്ന വാക്ക് പറയുന്നുണ്ട്, ശരിയാണ്, കേൾക്കണേ. അവരും പറയുന്നു, അവർ പറയുന്നത് മുതലാളിത്ത വികസനത്തിൻ്റെ സുസ്ഥിരതയാണ്. നമ്മൾ പറയുന്ന സുസ്ഥിര വികസനം അല്ല. മുതലാളിത്ത വികസനത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് ചില ഘടകങ്ങൾ വേണം. സമയമുണ്ടെങ്കിൽ അതും പറയാം, ഞാൻ നിർത്തുകയാണ്. അപ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിലുള്ള സുസ്ഥിര വികസനം എന്ന് പറയുന്നത് മുതലാളിത്ത വികസനത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള വികസന സങ്കല്പങ്ങളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളം വയ്ക്കുന്ന ബദൽ വികസനം, സുസ്ഥിര വികസനം. കഴിഞ്ഞ 10 വർഷം കേരളം അനുഭവിച്ചത് ഇതാണ്. എന്തുകൊണ്ട് കേരളത്തിൽ മാസ്മരികമായ മാറ്റങ്ങൾ പാവപ്പെട്ടവർക്ക് അനുകൂലമായി വന്നു? ഉത്തരം ഇതാണ്, അത് തകരുന്നു. എനിക്ക് അവസരം കിട്ടിയ ആദ്യത്തെ നിയമസഭയിൽ ഞാനിത് പറഞ്ഞു പോയിട്ടുണ്ട്. ഫിനാൻസ് ക്യാപിറ്റൽ വീണ്ടും കേരളത്തിലേക്ക് കടന്നു വരുന്നു. അവിടെ മാരിടൈം എന്ന വാക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ള വികസനത്തിന് വലിയ ഭൂമികയൊരുക്കുകയാണ്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് വികസനത്തിൻ്റെ മാസ്മരികതയിൽ അതാണ് വികസനമെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് വികസനം ഉണ്ടാക്കുന്ന ഡിവൈഡ്, അത് ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം ചേർത്ത ഡിവൈഡുകളാണ്. സൂക്ഷ്മമായി പഠിക്കേണ്ട, വളരെ ആഴത്തിൽ പഠിക്കേണ്ട, ഈ ചെയർ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ സുസ്ഥിര വികസനത്തിൻ്റെ ആ വർഗസങ്കല്പങ്ങൾക്ക് വിരുദ്ധമായി ഇവിടെ ഫൈനാൻസ് ക്യാപിറ്റലിന് താല്പര്യമുള്ള ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ട് വികസനം കടന്നു വരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ വിഷയത്തിൻ്റെ പ്രസക്തി മനസ്സിലാവുക. ഇത് ജനങ്ങളെ പഠിപ്പിച്ച് സുസ്ഥിര വികസനത്തിൻ്റെ സങ്കല്പത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് ഒരു രാഷ്ട്രീയ പ്രതിരോധം തീർക്കണം എന്ന ലക്ഷ്യത്തിലായിരിക്കും ഈ അച്യുതമേനോൻ ചെയർ ഈ വിഷയം പഠിക്കുന്നതെന്ന് കരുതുന്നു. നിർത്തുന്നു. അഭിവാദനം. കുട്ടനാട് കോളേജിൽ നടന്ന ക്വിസ് കോമ്പറ്റീഷൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. 40 കോളേജുകളിൽ നിന്നായി 83 വിദ്യാർത്ഥികൾ പങ്കെടുത്ത ക്വിസ് കോമ്പറ്റീഷനിൽ നിന്ന് നമ്മൾ 3 സ്ഥാനക്കാരെയാണ് ഇപ്പോൾ വിജയികളായി പ്രഖ്യാപിക്കുന്നത്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് അനന്തകൃഷ്ണൻ വി, സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ്, യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാര്യവട്ടം ക്യാമ്പസ്. 2ാം സ്ഥാനക്കാരായിട്ടുള്ളത് ശ്രീഹരി MA, അഭിജിത്ത് K, MES കോളേജ്. 3rd പ്രൈസ് കിട്ടിയിരിക്കുന്നത് അഭിജിത്ത് V, അസീഫ് റസൂൽ, ക്രൈസ്റ്റ് കോളേജ്, ഇരിഞ്ഞാലക്കുട. 3ാം സ്ഥാനക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ വേദിയിലേക്ക് വിളിക്കുകയാണ്. അഭിജിത്ത് V, അസീഫ് റസൂൽ. എനിക്ക് 3 കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. ഭാവി കേരളം എന്നുള്ള ഇതിൽ 1 കമ്മ്യൂണിക്കേഷൻ, 2 എഡ്യൂക്കേഷൻ, 3 പൊളിറ്റിക്കൽ കൺസെൻസസ്. ശ്രീ രവീന്ദ്രനാഥ് പറഞ്ഞ പോലെ 3ാമത്തെയും 4ാമത്തെ റീസൺസ്, പാരിസ്ഥിതിക സന്തുലനവും നമ്മുടെ സാമൂഹികമായ സമാധാനവും, ഇത് രണ്ടും നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന വിഷയം തന്നെയാണ്. പക്ഷേ നമുക്ക് തീർച്ചയാണോ കേരളത്തിൽ അത്ര വലിയ സാമൂഹിക സമാധാനവും മറ്റു കാര്യങ്ങളും പെരിഫറൽ ലെവലിൽ ഉണ്ടായിരുന്നിരിക്കാം? ഞാൻ കാര്യം ചോദിക്കാൻ കാര്യം, ഈ ജന്തർ മന്ദറിൽ പ്രശ്നം നടന്നപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നാണം കെട്ട 2 പ്രവർത്തികൾ, അത് രണ്ടും നമുക്ക് കേരളത്തിലോട് ട്രേസ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഇവിടെ ആഘോഷിക്കപ്പെടുന്ന ഒരു മുത്തശ്ശി മാധ്യമത്തിലുമായിട്ട് അസോസിയേറ്റുള്ള ഒരു ടെലിവിഷൻ ചാനൽ വളരെ ഡിപ്ലോറബിൾ അല്ലെങ്കിൽ കണ്ടംപ്റ്റബിൾ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു മാധ്യമവും ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് അസുഖം ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ അസുഖം ഇല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും, പ്രത്യേകിച്ച് ഇങ്ങനെ ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഒരുപാട് ജനങ്ങളെ ചെറുപ്പക്കാരെ തടിച്ചു കൂടുന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക. വേറൊരു, നമ്മൾ ഗോദി മീഡിയ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ ചാനലിനെ മറ്റുള്ളവരെയും ചീത്ത വിളിക്കാറുണ്ട്. പക്ഷെ അവരാരും അത് ചെയ്തില്ല കേട്ടോ. ഇത്രയും നികൃഷ്ടമായൊരു പ്രവൃത്തി ചെയ്തില്ല.
ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് ആ പത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ഒരു പത്രത്തിനെങ്കിലും സർക്കുലേഷൻ കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാൻ പറ്റുമോ? ഏകദേശം 20 ദിവസം അവരത് ടെലികാസ്റ്റ് ചെയ്തിട്ട്. 2, ഈ ചെറുപ്പക്കാരെ ജന്തർ മന്ദിറിലെ CJPക്കാരെ ഏറ്റവും നികൃഷ്ടമായി അവമാനിച്ചത് കേരളത്തിലെ കൊച്ചിയിലെ ഒരു വ്യക്തിയാണ്. തീർച്ചയാണല്ലോ, ആണെന്ന് വേറെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും ഇതിനൊക്കെ സൂചനകളാണ്. ഇതിനെക്കാട്ട് വേറെ ഒരുപാട് സൂചനകളുണ്ട്. നമ്മുടെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏത് യൂട്യൂബ് ചാനലുകളാണ് കാണുന്നത്? നമ്മൾ ട്രെയിനിൽ സഞ്ചരിക്കുമ്പം, പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഒരു 55 വയസ്സ് കൂടിയുള്ള സുഖമായിട്ട് പെൻഷൻ കിട്ടി ഇടതുപക്ഷത്തിൻ്റെയും നെഹ്റുവിൻ ഇന്ത്യയിലും ജീവിച്ച് തടിച്ച് വളർന്ന് കൊഴുത്ത് വളർന്ന നെഹ്റുവിൻ ഇന്ത്യയുടെ എല്ലാ ഫ്രൂട്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റും എൻജോയ് ചെയ്തുകൊണ്ട് മക്കൾ ജർമ്മനിയിലോ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ നിന്ന് അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് കൊടുത്ത് കേൾക്കുന്ന പൈസയും നമ്മൾ കൊടുക്കുന്ന ഇവിടുത്തെ നമ്മുടെ ടാക്സ് പേയേഴ്സിൻ്റെ പെൻഷൻ വാങ്ങിച്ച ശേഷം ട്രെയിനിലിരുന്ന് ഈ വെറുപ്പിൻ്റെ യൂട്യൂബ് ചാനൽസ് അവരത് അപ്ലോഡ് ചെയ്യുമ്പോൾ വിത്തിൻ മിനിറ്റ്സാണ് 3 ലക്ഷം 3.5 ലക്ഷമാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് 3.5 ലക്ഷത്തിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്, മുകളിലോട്ട് പോകുന്നില്ല. അത് വലിയൊരു ഭാഗ്യം. അപ്പോൾ ഭാവി കേരളത്തിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്നെ സംബന്ധിച്ചുള്ള ഇത് തന്നെ. അത് മാത്രമല്ല, നമ്മൾ ഇത്രയും വികസനവും ഡെവലപ്മെൻറ്റും ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷേ മതത്തിൻ്റെ കീഴിൽ ഏത് മതമായിക്കൊള്ളട്ടെ, ഭൂരിപക്ഷ മതമായാലും ന്യൂനപക്ഷ മതമായാലും മതത്തിൻ്റെ ഗ്രിപ്പ് കേരളത്തിൽ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ? ഒരു യാർഡ് സ്റ്റിക്ക്, ഒരു പ്രോഗ്രസീവ് സൊസൈറ്റിയുടെ ഒരു യാർഡ് സ്റ്റിക്ക് മതത്തെ ഡെവലപ്മെൻറ്റിനോടൊപ്പം നമ്മൾ പറയുന്ന വികസനം അല്ലെങ്കിൽ പ്രോഗ്രസീവ് വികസനം അല്ലെങ്കിൽ ജീവിത നിലവാരത്തിൻ്റെ ഉയർച്ച അത് കൂടുമ്പോൾ മതത്തിൻ്റെ ഗ്രിപ്പ് അയയാണ് സാധാരണ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ സ്കാൻഡിനേവിയൻ കൺട്രീസ് തന്നെ അതൊരു ഒരു എക്സാമ്പിളാണ്. കേരളത്തിൽ ആലോചിച്ച് നോക്കൂ, രാഷ്ട്രീയത്തിലായാലും തെരഞ്ഞെടുപ്പുകളിലായാലും ഏതിലായാലും മതത്തിൻ്റെ ഗ്രിപ്പ് കേരളത്തിൽ കഴിഞ്ഞ 25 വർഷമായിട്ടോ അല്ലെങ്കിൽ 40 വർഷമായിട്ടോ കൂടുകയാണോ കുറയുകയാണോ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വതന്ത്രം ഞാൻ 33 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ കേരളത്തിൽ വരുന്നത്. ഞാൻ കൽക്കട്ടയിലായിരുന്നു. ഞാൻ കൽക്കട്ടയിൽ നിന്ന് ദൂരക്കാഴ്ച, അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അങ്ങനെ ഞാൻ തെറ്റായ ധാരണയാണെങ്കിൽ അത് തിരുത്താൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ പരസ്യം ചെയ്തിട്ട് കാര്യമില്ല. ഈ ഒരു വ്യൂ ആണ് പുറത്ത് ഞങ്ങൾക്ക് കിട്ടുന്നത്. അത് തെറ്റാണെങ്കിൽ അത് പറയാനുള്ള, അത് വസ്തുനിഷ്ഠമായി പറയാൻ കാര്യം. ഞാനപ്പോൾ തെറ്റാണെന്ന് പറയാൻ ചോദിക്കുന്ന ഈ സംഭവം, ഈ ഇത്രയും കുട്ടികളെ വെടിവെച്ച് കൊല്ലണം, പെൺകുട്ടികൾക്ക് വേറെന്തോ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് അവരവിടെ പങ്കെടുത്തതെന്ന് പറഞ്ഞത്, അത് എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകാൻ കഴിഞ്ഞു? അതിനുശേഷം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വ്യൂസ് നോക്കണം. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിലെ ചില മാധ്യമപ്രവർത്തകർ അവകാശപ്പെടുന്നവർ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുക, അവർക്ക് കിട്ടുന്നുണ്ട് നല്ല വ്യൂസ്. നമ്മൾ അതേസമയം വളരെ ഗഹനമായി ചർച്ച ചെയ്യപ്പെടുന്ന പല ചാനലിൽ, ഞാൻ പേരുകൾ പറയുന്നതിൽ അവർക്ക് കിട്ടുന്നത് 15,000 17,000 17,000 കിട്ടി അവർ തുള്ളിച്ചാടുകയാണ്. മറിച്ച് ഈ പറയുന്ന വെറുപ്പ് അവർക്ക് 3 ലക്ഷം കഴിഞ്ഞില്ലെങ്കിലാണ് അവർക്ക് സങ്കടം. അതേസമയം ഞാൻ പറയുന്ന ഈ പുരോഗമനം എന്ന് പറഞ്ഞ് അത് പ്രോത്സാഹനപ്പെടുന്ന ചാനലുകൾക്ക്, യൂട്യൂബ് ചാനലുകൾക്ക് 17,000 സ്വപ്നം പോലും 17,000 അവർക്ക് കിട്ടുന്നത് ഏതെങ്കിലും സിനിമാ പരിപാടിയെക്കൂടെ, രാഷ്ട്രീയ പരിപാടികൾക്ക് കിട്ടാറില്ല. സിനിമാ ഗാനങ്ങളെക്കുറിച്ച് അവരെന്തെങ്കിലും ഒരു പരിപാടി ചെയ്യുമ്പോൾ 17,000 30,000 കിട്ടാറുണ്ട്. അല്ലെങ്കിൽ 500 700 ഇതൊക്കെയാണ് ഇടതുപക്ഷത്തിൻ്റെ. നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് അറിയാവുന്ന ചാനലുകൾ തന്നെയാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ദർ ഈസ് എ പ്രോബ്ലം സംവേ. അതാദ്യം മനസ്സിലാക്കണം നമ്മൾ. ഞാൻ ഇന്ന് രാവിലെ ടീച്ചറിൻ്റെ കോളേജിൽ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുന്നത്, ജന്തർ മന്ദിറിനുള്ള ഏറ്റവും വലിയ പാഠം എന്ന് പറഞ്ഞാൽ 40 സെക്കൻഡിൽ പറയേണ്ട കാര്യം അവർ 40 സെക്കൻഡിൽ പറയും. നമ്മൾ 40 സെക്കൻഡിൽ പറയുന്നത് 40 മിനിറ്റോ 4 മണിക്കൂറോ എടുത്ത് പറയാൻ ശ്രമിച്ചാലും ഫലവത്താകുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മൾക്ക് അങ്ങനെ മറ്റുള്ളവരായിട്ട് ഇടപെടണമെങ്കിൽ നമുക്ക് ഇഫ് യു ഹവ് ടു റീച്ച് ഔട്ട് ടു പീപ്പിൾ ഹു മാറ്റർ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ അരാഷ്ട്രീയമായൊരു സൊസൈറ്റിയാണ് വളർന്നു വരുന്നത് നമ്മൾ പരാതി പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ CJP തന്നെ നമ്മളിപ്പോൾ ധർമ്മേന്ദ്ര പ്രധാനും നീറ്റ് ലീക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, അതിൽ മന്നൻ കുമാർ മിശ്ര എന്ന് പറയുന്ന അതിൻ്റെ ചെയർപേഴ്സൺ ചെയ്ത വളരെ അബദ്ധമായൊരു കാര്യം, അത് അദ്ദേഹത്തെ കൊണ്ട് അവർ മാപ്പ് പറയിച്ചു. ഈ മനുഷ്യൻ 2012 തൊട്ട് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവാണ്. കോൺഗ്രസിൻ്റെ സപ്പോർട്ടോടി, പിന്നീട് BJPയുടെ സപ്പോർട്ടോടി. ഇതിനെ എതിർക്കാൻ നമ്മുടെ ഇവിടുത്തെ ഒരൊറ്റ ഈ മനുഷ്യൻ ഇയാൾ നിരന്തരം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബാർ കൗൺസിലിൽ നിന്ന് നിരന്തരമായിട്ട് ഇയാളുടെ പ്രവൃത്തി ഇതായിരുന്നു. അയാളെ 2 ദിവസം കൊണ്ട് പിള്ളേർ പാഠം പഠിപ്പിച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും വളരെ വിഷമത്തോടു കൂടി പറയുകയാണ്, മുസ്ലിം എന്നൊരു പേര് പറയാൻ ഇവിടുത്തെ പല പ്രതിപക്ഷ പാർട്ടികൾക്ക് മടിയാണ്. ഈ കേരളത്തിൻ്റെ പുറത്ത് കഴിഞ്ഞ പിന്നെ മുസ്ലിം എന്ന പേര് പറയാൻ. അതിനൊരു ഉദാഹരണം പറയാം. ബംഗാളിൽ ജനാബ് മുസാഖ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ 2 ദിവസം മുമ്പ് അവർ തച്ച് കൊന്നു ഒരു മനുഷ്യനെ.
അദ്ദേഹത്തിൻ്റെ മകനൊരു CJP പ്രവർത്തനമാണ്. അപ്പോൾ CJP അവരുടെ CJPയുടെ രാഷ്ട്രീയം നമുക്കറിയില്ല, എന്താണ് സംവരണത്തെക്കുറിച്ച് അവരുടെ സ്റ്റാൻഡ് നമുക്കറിയില്ല, പല കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. പക്ഷേ അവരുടെ ക്ലാരിറ്റി ഓഫ് തോട്ട് വളരെ വ്യക്തം. അവർ ഇന്നലെ പറഞ്ഞു 10 ദിവസത്തിനുള്ളിൽ എല്ലാവരും അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ വി വിൽ ഷോ യു എന്ന് പറയാനുള്ള ധൈര്യമുണ്ട്. നമ്മുടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടുണ്ടോ? CJPക്കാർ ബംഗാളിൽ നിന്ന് വന്നവരല്ല, അവർ ഡൽഹിയിൽ നിന്ന് വന്നവരും പൂനെയിൽ നിന്ന് വന്നവരും മറ്റു സ്ഥലങ്ങളിൽ വന്നതാണ്. അപ്പോൾ കേരളം ഞാൻ പറയുന്ന ഒരു കൂപമണ്ഡപം പോലെ. ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ പ്രശ്നമുണ്ട്, ഞാനൊരു മലയാളിയുണ്ട്, മലയാളി മാധ്യമങ്ങൾ എൻ്റെ വാർത്ത, എൻ്റെ SIR പാസ്പോർട്ട്. പക്ഷേ ബംഗാളിൽ 92 ലക്ഷം പേര് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നേരിടുകയാണ്. നിങ്ങൾ എത്ര സ്റ്റോറി വായിച്ചിട്ടുണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളിൽ? എന്നാലും നിങ്ങളെല്ലാവരും, ഞാൻ ഇടതുപക്ഷക്കാരെയും കൂടെ കുറ്റം പറയുകയാണ്, ഇടതുപക്ഷത്തിലെ പല നേതാക്കൾക്കും ഇപ്പോഴും വേണ്ടത് മനോരമയിലോ മാതൃഭൂമിയിലോ അവരുടെ ഫോട്ടോയാണ്. അവർക്ക് ജനയുഗത്തിലും ദേശാഭിമാനിയിലും അവരുടെ ഫോട്ടോ വേണ്ട. ഇത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമാണ്. ഒരു ക്ലാരിറ്റി ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ പോളിസി പോലും നമുക്കില്ല എന്നുള്ളതാണ്. ഇന്ത്യ ടുഡേയിലോ ഇന്ത്യൻ എക്സ്പ്രസ്സിലോ ടൈംസ് ഓഫ് ഇന്ത്യയിലോ ടെലിഗ്രാഫിലോ ആണോ ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഒരാളുടെ ഫോട്ടോ വരേണ്ടത്? ഈ നാടിനെ ഇങ്ങനെ വർഗീയ കുട്ടിച്ചൊടക്കാൻ ഏറ്റവും സഹായിച്ച മാധ്യമങ്ങളാണ് ഞാൻ പറഞ്ഞ ഞാൻ ജോലി ചെയ്തിരുന്ന പത്രം ഉൾപ്പെടെ, ഇവരെല്ലാം റെസ്പോൺസിബിളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ എന്തിനാണ് നമുക്ക് നമ്മുടെ പടം കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഞാൻ പറയുന്ന ആദ്യം നമുക്കൊരു ഒരു ഭാവി കേരളത്തിന് ഏറ്റവും ആവശ്യം ഒരു കമ്മ്യൂണിക്കേഷൻ പോളിസിയാണ്. എന്താണ് കേരളം എന്ന് പറയാൻ വേണ്ടിയുള്ള വളരെ വ്യക്തമായിട്ട്, അല്ലാതെ ഒരു അവിയൽ പരുവത്തിൽ അങ്ങനെ ഗൾഫിൽ നിന്നില്ല മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് ഗൾഫിൽ പോയാൽ പോലും അതിനകത്തൊരു ഇൻജസ്റ്റിസ് ഉണ്ട്. അവിടെ പോയി ജോലി ചെയ്യുന്ന ഒരു ലേബർ റൈറ്റ്സും ഇല്ലാതെ അവർ ജോലി ചെയ്യുന്നത്, അതൊരു കഷ്ടമല്ലേ? ആളുകൾ ഇവിടെ നമ്മൾ തള്ളി പുറത്ത് വിട്ടിട്ട് ഒരു റൈറ്റ്സും ഇല്ല അവിടെ ജോലി ചെയ്ത് ആ പൈസ കൊണ്ട് നമ്മൾ സുഖമായിട്ട് ഇവിടെ കാർ വാങ്ങിച്ചതില്ലെങ്കിൽ നടന്നിട്ട് വലിയ ഡെവലപ്മെൻറ്റ് കാര്യമില്ല. ദാറ്റ് ഇസ് മൈ ഒപ്പീനിയൻ. സെക്കൻഡ്, എഡ്യൂക്കേഷൻ്റെ അക്കാഡമിക് ഡീറ്റെയിൽസ് ടീച്ചർ അവർ മോർ ക്വാളിഫൈഡ് ആണ്, അദ്ദേഹം സംസാരിക്കും. ഞാൻ അതിൻ്റെ ഏറ്റവും വലിയ അപകടം ഞാൻ പറയേണ്ട ആവശ്യമില്ല. കേരളത്തിലെ ഹയർ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ സംഘവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ അപകടം നടന്നുകൊണ്ട് ഇന്നലെ നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നടന്നത് എന്താണെന്ന് അറിയാം, 2 ആഴ്ച മുമ്പ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി നടന്നത് എന്താണെന്ന് അറിയാം. ഇതിനെതിരെ ഒന്നും ഒരു 1-2 സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ നമുക്കൊരു നോബഡി ഈസ് ബോതേർഡ്. നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ് ഈ ഭാവിയെ സംരക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് ഭാവിയാണ് നമ്മൾ പറയുന്നത്? ഇന്ന് വേറൊരു വലിയ ഭാവി ഉണ്ടല്ലോ എല്ലാ പത്രങ്ങളുടെയും, ജനയോഗം ഉൾപ്പെടെ. ബാക്ക് പേജിലെ പരസ്യം ഏതാണ് നിങ്ങൾ ഓർമ്മയുണ്ട്? ഇന്നത്തെ വലിയ ഫുൾ പേജ് പരസ്യം അദാനിയുടെ തുറമുഖത്തിൻ്റെ പരസ്യമാണ്. ഈ പരസ്യം വന്ന ദിവസം കൊടുത്ത ഈ പരസ്യം ഇന്നലെ ആയിരിക്കും പത്രങ്ങളിൽ അക്സെപ്റ്റ് ചെയ്തത്. ഇന്നലെ കേരളത്തിൽ മറ്റൊരു കാര്യം സംഭവിച്ചു. രവി നായർ എന്ന് പറഞ്ഞ അദാനിക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ ഒരു ജേർണലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെയും പാലക്കാടിലെയും കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഗുജറാത്ത് പോലീസ് വന്ന് അദ്ദേഹത്തിൻ്റെ ഫോണുകൾ പിടിച്ചുകൊണ്ടുപോയി. ഇതൊന്നും ഒരു വിഷയമേ അല്ല. എത്ര പ്രതിഷേധ മാർച്ച് നടന്നു അതിനെതിരായിട്ട്? എത്ര മാധ്യമ യൂണിയനെതിരെ പ്രതിഷേധം അറിയിച്ചു? എത്ര രാഷ്ട്രീയ നേതാക്കൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി? ഈ ഒരു അദാനിയെ പോലുള്ള ഒരു ഇൻവെസ്റ്റർ കേരളത്തിൽ ഇത്രയും ഇൻവെസ്റ്റർ ഉള്ളപ്പോൾ അവരുടെ മേലിൽ നമ്മുടെ രാഷ്ട്രീയ ബൾക്ക് ലിവറേജ് ഉപയോഗിച്ചു നിങ്ങളിവിടെ ബിസിനസ് നടത്തുകയാണെങ്കിൽ ഈ പരിപാടി ചെയ്യാൻ പറ്റില്ലെന്ന് പറയാൻ ഒക്കില്ല നമുക്ക്. അതിനുള്ള ധൈര്യം നമുക്കില്ലേ? അയാളുടെ മകൻ്റെ ഫോൺ പിടിച്ചു, കൂട്ടുകാരൻ്റെ ഫോൺ പിടിച്ചു, ഡൽഹിയിലും ഇവിടെ കേരളത്തിൽ വന്നിട്ട് അതിൻ്റെ #വാല്യൂ പോലും കൊടുത്തില്ല എന്നൊക്കെയാണ്. സത്യമാണെന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല എത്ര പേര് റിപ്പോർട്ട് കിട്ടുമെന്ന് പറയില്ല. ഹിന്ദു പത്രത്തിൽ ഞാൻ വായിച്ചാണെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനിൽ വളരെ വലിയൊരു പ്രശ്നം കേരളത്തിലുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ കഴിയുന്നത് 40% കൂടുതൽ 40% കൂടിപ്പോയി. അവസാനമായിട്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ക്യാപിറ്റൽ ഇല്ല നമുക്കിവിടെ കാര്യം ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ നിറം ഇപ്പോൾ ഡെങ്ങ് പറഞ്ഞ പോലെ അത് നിറം ഏതായാലും പൂച്ച ഉണ്ടെങ്കിലേ നമുക്ക് എലിയെ പിടിക്കാൻ പറ്റുള്ളൂ. ക്യാപിറ്റൽ വേണമെന്നുള്ളതാണ്. അപ്പോൾ ക്യാപിറ്റൽ വേണമെങ്കിൽ നമുക്ക് ലിമിറ്റേഷൻ, നമ്മൾ വളരെ ചെറിയ സ്റ്റേറ്റാണ്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും അതുപോലെ വളരെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള, വളരെ ഒപ്രസീവായിട്ടുള്ള, വളരെ പ്രഹരശേഷി ഉള്ളതും പ്രഹരശേഷി ഉപയോഗിക്കാൻ വളരെ വളരെ പറയുക ദാഹമുള്ള ഒരു സർക്കാരാണ് കേന്ദ്രത്തിലിരിക്കുന്ന BJP ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗവൺമെൻറ്റിലൂടെ എങ്ങനെ പോകും എന്നുള്ളൊരു പോളിസി, ഈ പോളിസി കൺസെൻസസ് ഇറ്റ് ഷുഡ് ബി അക്രോസ് ദ പൊളിറ്റിക്കൽ സ്പെക്ട്രം. അത് ഇടതുപക്ഷം കഴിഞ്ഞോണം ഭരണത്തിലിരുന്നപ്പം അവർ കോൺഗ്രസിനോട് കൂടെ നിൽക്കാൻ പറഞ്ഞു. കോൺഗ്രസ് വളരെ ഇറസ്പോൺസിബിളായിട്ട് അതിന് കൂടെ നിന്നില്ല. അപ്പോൾ ഇനിയും വരുന്ന ടെസ്റ്റ് വരാൻ പോകുന്ന ഇടതുപക്ഷത്തിന്, ഈ കോൺഗ്രസ് ഭരണത്തിരിക്കുന്നതുകൊണ്ട് അവർക്കും ആവശ്യം വരും. അപ്പോൾ അവർ ഇടതുപക്ഷത്തിനോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറയുകയാണെങ്കിൽ ഇടതുപക്ഷം എന്ത് ചെയ്യും? ഇതൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ ഇപ്പോഴേ എന്നും നമ്മൾ പത്രത്തിൽ വായിക്കുന്നതാണ്, ഇടതുപക്ഷം പറയുന്നു കോൺഗ്രസും BJPയും കൂടെ ബാന്ധവം, കോൺഗ്രസ് പറയുന്നു ഇടതുപക്ഷവും BJPയും കൂടെ ബാന്ധവം. ഈ ബാന്ധവത്തിൻ്റെ ഇടയിൽ എന്ത് പരിഹാസമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനകത്ത് നേട്ടം ഉണ്ടാകുന്ന ആർക്കാണ്? BJPക്ക് മാത്രമാണ് നേട്ടം, വേറെ ആർക്കും ഒരു നേട്ടം ഉണ്ടാകുന്നില്ല.
അപ്പോൾ ഒരു പൊളിറ്റിക്കൽ കൺസൻസസ് ഇല്ലാതെ നമ്മൾ എന്തൊക്കെ പ്ലാൻ ഉണ്ടാക്കിയാലും, അത് ഞാൻ ബി ജെ പിയോട് മാത്രം പറയുന്നതല്ല, ബി ജെ പിയോട് പൊളിറ്റിക്കൽ കൺസൻസസ് വേണമെന്നല്ല ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് പ്രതിപക്ഷത്തിനിടയിൽ ഒരു കൺസൻസസ് ഉണ്ടാവണം. അല്ലെങ്കിൽ ഓരോ 5 വർഷവും ഭരണം മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭരണം മാറിയില്ലെങ്കിൽ തന്നെ ഭരണത്തിൽ ഇരിക്കുന്നവർ കൊണ്ടുവന്ന എല്ലാത്തിനെയും കണ്ണടച്ചെതിർക്കുക, പ്രതിപക്ഷത്തിലാകുമ്പോൾ അങ്ങനെ എതിർക്കുകയും ഭരണപക്ഷത്തിലാകുമ്പോൾ അതേ കാര്യങ്ങൾ തന്നെ ചെറിയ ചില ചേഞ്ചുകളോടെ മാറ്റിയിട്ട് അത് വലിയ പോളിസി ചേഞ്ചാണെന്ന് പറഞ്ഞ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറയുകയും ചെയ്യുക. ദിസ് വിൽ നോട്ട് വർക്ക്. ഇവൻച്വലി ഇറ്റ് വിൽ ഹേർട്ട് us only. നമ്മൾ കാര്യം വി ആർ ലൂസിങ് പ്രഷ്യസ് ടൈം. ഞാൻ ഈ സംസാരിക്കാൻ തുടങ്ങിയത് തൊട്ട് ഇതുവരെയുള്ള ഒരു 4-5 മിനിറ്റിനുള്ളിൽ തന്നെ എന്തെല്ലാം ലോകത്ത് മാറി മറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭാവിയെക്കുറിച്ച് നമ്മൾ എന്ത് ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കിയാലും ബൈ ദ ടൈം ദ ബ്ലൂ പ്രിൻ്റ് വിൽ ബി ഔട്ട്ഡേറ്റഡ്. പക്ഷേ അതിന് ആകെ നമുക്ക് എവർ ലാസ്റ്റിംഗ് ആയിട്ടുള്ളത് ഒരു കൺസൻസസ് ആണ്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ വീൽ ഇൻസുലേറ്റ്, വീൽ ഗിവ് ഇമ്മ്യൂണിറ്റി കൊടുത്തുള്ളൂ. അതായത് നമ്മളത് നമ്മുടെ ബാക്കിയുള്ള പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഒരു കൺസൻസസ് ഉണ്ടാകും. ചില കാര്യങ്ങൾ ഒരു ബേസിക് കൺസൻസസ്, അത് രാഷ്ട്രീയപരമായ കൺസൻസസ് ഉണ്ടാക്കിയാൽ മതി. ഞങ്ങളുടെ ഇടതുപക്ഷത്തിൻ്റെ ബേസിക് റെഡ് ഫ്ലാഗ്സ് ഇതാണ്, ഇതിൻ്റെ മുകളിൽ പോകാൻ പാടില്ല. അല്ലെങ്കിൽ കോൺഗ്രസ് ഞങ്ങളുടെ റെഡ് ഫ്ലാഗ്സ് ഇതാണ്. ഇന്ന് ഇതുകൂടെ ചർച്ച, ഇതൊരു എൻഗേജ്മെൻറ്റ് പോലും നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ. ഇന്ത്യയിൽ ഇമ്പോസിബിൾ. ഒരു തവണ അച്യുതമേനോൻ്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന് ഹി കുഡ് ക്യാരി ലോട്ട് ഓഫ് പീപ്പിൾ വിത്ത് ഹിം. ഹി കുഡ് ക്യാരി ഒപ്പോസിങ് പീപ്പിൾ വിത്ത് ഒപ്പോസിങ്. കരുണാകരനെ കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതിൽ പരം ഒരു നേട്ടം വേറെന്ത് ചെയ്യണം? അപ്പോൾ അങ്ങനെ ഒരു എൻഗേജ്മെൻറ്റ് കേരളത്തിൽ ഉണ്ടായെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എനിക്കറിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയുടെ പരാജയമാണത്. കാര്യം ഞാൻ പുറത്തുനിന്ന് ഒരു ഔട്ട്സൈഡർ എന്ന നിലയിലാണ് ഈ കാര്യങ്ങൾ നോക്കിക്കണ്ട് സംസാരിക്കുന്നത്. പൊളിറ്റിക്കൽ കൺസൻസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കോൺഗ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒപ്പോസ് ചെയ്യണം, ലെഫ്റ്റ് ചെയ്യുന്ന കോൺഗ്രസിന് നോക്കിയാൽ കോൺഗ്രസ് ഒപ്പോസ് ചെയ്യണം. പക്ഷേ ചില ബേസിക് കൺസെൻസസ്, ചില കാര്യങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്നൊരു ചില പ്രോജക്ട്സ് അല്ലെങ്കിൽ ചില കാര്യം. ഇപ്പോൾ അദാനിയുടെ പ്രോജക്റ്റിലൂടെ എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ, ആരും പറയാതെ, അല്ലേ? കൂടെ അങ്ങനത്തെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ബേസിക്കലി അദാനിക്കെതിരെ ആരും ചീത്ത കളിക്കില്ല. ബാക്കിയുള്ള കാര്യങ്ങളാണ്. അദാനിയുടെ പരസ്യം വാങ്ങിക്കാനും ആർക്കും ഒരു മടിയില്ല. അപ്പോൾ വേണമെങ്കിൽ ഇപ്പം ഇത് ചക്ക വേരലും കായ്ക്കും എന്നുള്ളതാണ്. പക്ഷേ അത് എന്തുകൊണ്ടും നമ്മൾ ചിലപ്പോൾ ഈ 3 കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ നമ്മുടെ ഈ സംഖ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ഡേഞ്ചർ, ഡിസ്ട്രക്ഷൻ നമ്മുടെ വാതിൽപ്പടി വന്ന് നിൽക്കുകയാണ്. വി കനോട്ട് ബി കോംപ്ലേസൻറ്റ്. ഇവിടെ എല്ലാം സമാധാനമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കുട്ടികളെ പുറത്ത് ഇപ്പം തന്നെ ഹയർ എഡ്യൂക്കേഷൻ, ഞാൻ രാവിലെ ടീച്ചറോട് പറയായിരുന്നു, ടീച്ചറിനും സ്റ്റുഡൻസിനോട്, ഞാൻ 1989 കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി പോയ ആളാണ്. 89 അന്ന് എഡ്യൂക്കേഷൻ, സ്കൂൾ എഡ്യൂക്കേഷൻ ഇസ് വെരി ഗുഡ്, ഈവൻ നോ ഇറ്റ്സ് വെരി ഗുഡ്. ഞാൻ പറഞ്ഞ ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യമാണ്. 89 ഞാൻ പുറത്ത് ജോലിക്ക് പോയിട്ട് ഡൽഹി, ബോംബെ, കൽക്കട്ട, ബാംഗ്ലൂർ ഈ സ്ഥലങ്ങളിൽ പോയിട്ട് ലജ്ജിച്ച് തലതാഴ്ത്ത് തരുന്നു ഞങ്ങളുടെ കോളേജ് എഡ്യൂക്കേഷൻ. കാര്യം അവർ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. ഞാൻ ഫസ്റ്റ് ക്ലാസ് എക്കണോമിക്സ് ആണ് വിടുന്നത്. ഫസ്റ്റ് ക്ലാസ് അല്ല, തോറ്റ അല്ല 210 അല്ല, ഒരു ഫസ്റ്റ് ക്ലാസ് കിട്ടി. എനിക്ക് ഇവിടുത്തെ സിലബസിൻ്റെ പ്രശ്നം കൊണ്ട് ഐ കുഡ് നോട്ട് ആൻസർ എ സിംഗിൾ ക്വസ്റ്റ്യൻ. എൻ്റെ അടുത്ത് ഇന്ത്യ ടുഡേയുടെ എഡിറ്റർ, ഞാൻ അയാളുടെ പേര് പറയും, ഇന്ദ്രജിത് ഭദ്വാർ എന്ന് പറഞ്ഞ എഡിറ്റർ, വലിയ ആളൊന്നുമല്ല, അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അയാൾ എൻ്റെ മുഖത്തോട് പറഞ്ഞു, നിങ്ങളുടെ 5 വർഷം വേസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഐ കുഡ് നോട്ട് ആൻസർ ചെയ്യും. അപ്പോൾ ഐ ഹോപ്പ്, ഞാൻ രാവിലെ ടീച്ചറിന് പറയാം, ടീച്ചർ പറഞ്ഞു ഇപ്പം സിലബസൊക്കെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്, ദാറ്റ്സ് ഗുഡ്. പക്ഷേ ഞാൻ പറയുന്നത് അപ്പോൾ അത് അക്കാഡമിക് ലെവലിലുള്ള എക്സ്പേർട്ട് ലെവലിലുള്ള വിഷയമാണ്. ഞാൻ പറയുന്നത് ഈ സംഘീവൽക്കരണം, അതിനെ നിങ്ങൾ കോൺഗ്രസ്സുമായിട്ടോ ആരായിട്ടോ ഒരു കൺസൻസസ് ഉണ്ടാക്കി അതിനെ ഒപ്പോസ് ചെയ്താലും ഒക്കെ ഇത് വളരെ വലിയ ഡേഞ്ചറാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ഒന്നിനും കൊള്ളാത്തവരായി പോകും. അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് നമ്മൾ കുട്ടികൾ പുറത്തോട്ട് പോകുന്നത് സന്തോഷപരമാണ്, യോജിക്കുന്നത് പാപമൊന്നുമല്ല, നല്ലത് തന്നെയാണ്, നമുക്ക് അഭിമാനിക്കാനുള്ള. പക്ഷേ നമ്മളവരെ പുറത്തേക്ക് അയക്കുമ്പോൾ അവർക്ക് ഒരു പ്രൈഡ് ഉണ്ടാകുന്നു. വി ഷുഡ് സ്കിൽ ദം ഇനഫ്. എന്ത് കാര്യത്തിലും, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയാലും എന്ത് കാര്യത്തിലും കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ക്രിട്ടിക്കൽ അനാലിസിസ് ചെയ്യാനും ഡിസെൻറ്റ് എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ നമ്മൾ അത് കേരളത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. താങ്ക് യു വെരി മച്ച്. ഈ വിഷയം ഭാവി കേരളമാണ്. അതിപ്പോൾ ഒരുപാട് പേര് സംസാരിച്ചു, കൂടുതലൊന്നും അധികം പറയാനില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞതിനെക്കുറിച്ചൊന്നും പറയാൻ അറിഞ്ഞുകൂടാ. ഞാൻ പഴയ ശ്രീനിവാസൻ്റെ സിനിമയെ പറഞ്ഞ മാതിരി ആ പോളിടെക്നിക്കിൽ ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സാധാരണ കുറേ വിവരമേ ഉള്ളൂ. പക്ഷേ സാധാരണ വിവരം വെച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ ശ്രീ രാജഗോപാലിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം അങ്ങനെ വിചാരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഇവിടെയൊക്കെ ഉണ്ട്. നമ്മൾ നോർവേ ആയി എന്നാണ് രവി മാഷ് പറയണത്. അത് അവിടെ ഇരിക്കട്ടെ. അതെനിക്ക് അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ പോലെ ഒരുപാട് പറയാനുണ്ട്, അത് പറയുന്നില്ല. ഭാവിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഭാവി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം, കുറച്ച് കാലം മുമ്പ് നമ്മൾ ഈയിടയ്ക്ക്
നമ്മെ വിട്ട് പിരിഞ്ഞു പോയ ശ്രീ MP പരമേശ്വരൻ എൻ്റെ ഒരു ഗുരുസ്ഥാനീയനായ ആളായിരുന്നു. ഞാൻ കുറേ കാലം ഇപ്പോഴും പരിഷത്തിൽ ഒരു ബന്ധമുണ്ട്, പക്ഷേ കുറേ കാലം വളരെ ആക്റ്റീവായിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മുടെ ദത്തുമാഷ് സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ആഗോളതാപനത്തിനെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ആഗോളതാപനം കൊണ്ട് അതെന്തുകൊണ്ടുണ്ടാകുന്നു, നമ്മുടെ കൺസ്യൂമറിസം, നമുക്ക് ഇപ്പം ഗാന്ധി പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്, ആ ഭൂമിക്ക് നമ്മുടെ ആവശ്യത്തിനുള്ളതേ ഭൂമിയിലുള്ളൂ, നമ്മുടെ അത്യാഗ്രഹത്തിനുള്ളത് ഇല്ലയെന്ന്. അത് വളരെ സിമ്പിളായിട്ടുള്ള, അത് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെയൊക്കെ ഇൻസൈറ്റ് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അത് വളരെ കണക്കുകൾ ഉദ്ധരിച്ച് MP പറഞ്ഞു, ഇങ്ങനെ പോയാൽ നമുക്ക് പിടികിട്ടില്ല. എന്നിട്ട് അവസാനം ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി MP പറഞ്ഞു, ഇതൊന്നും നിങ്ങളെ ബാധിക്കുക, എന്നെ ബാധിക്കില്ല, എൻ്റെ കാലം കഴിയാറേ നിങ്ങളെയും ചിലപ്പോൾ ബാധിക്കില്ല, നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും മക്കളുടെ മക്കളുടെ മക്കളും അവരുടെ മക്കളും ഒക്കെയാണ് കഷ്ടപ്പെടാൻ പോകുന്നത് എന്നാണ് MP പറഞ്ഞത്. അങ്ങനെ MP-യുടെ സംസാരം കേട്ടിട്ടുള്ളവർക്ക് അറിയാം. അവസാനമായപ്പോഴേക്കും മക്കളുടെ മക്കളും 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 എന്നൊക്കെ അങ്ങ് വികാരഭരിതനായി. അപ്പം ഞാനിങ്ങനെ ഓഡിയൻസിലിരുന്ന് ചിരിക്കുകയായിരുന്നു. എനിക്ക് സത്യമായിട്ട്, കാരണം ഇപ്പോൾ വ്യക്തിപരമായ എൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് മക്കളില്ല. ഇത് വേറെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, മക്കൾ വേണ്ടെന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇത് പരിചിതമായിരിക്കും. കല്യാണം വേണ്ട ഒരു സ്റ്റേജ്, അത് കഴിഞ്ഞ് മക്കൾ വേണ്ട. അവരോടാണ് നമ്മൾ ഭാവിയെക്കുറിച്ച് പറയുന്നത്. എന്ത് ഭാവി, എങ്ങനെ ഇവിടെ കിട്ടുന്നതൊക്കെ അനുഭവിച്ച് തീർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. അതുപോലെ തന്നെ എൻ്റെ തലമുറ എന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും ഒരു 60 കഴിഞ്ഞു, എനിക്ക് 70 കഴിഞ്ഞു, 60എങ്കിലും കഴിഞ്ഞ് 50എങ്കിലും കഴിഞ്ഞ ഒരുപാട് പേരുണ്ട് ഇവിടെ. അങ്ങനെയുള്ളവരുടെ മക്കളിൽ എത്ര പേര് കേരളത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് എനിക്കറിഞ്ഞൂടാ. എൻ്റെ സ്നേഹിതന്മാരിൽ വളരെ കുറവാണ്. എല്ലാവരും പോയി, ഒന്നുമില്ല അവരുടെ ആഗ്രഹം കൊണ്ടോ അത്യാഗ്രഹം കൊണ്ടോ ആയിരിക്കും. കുറേ പേര് അമേരിക്കയിൽ പോയി, UK പോയി, യൂറോപ്പിൽ പോയി, ഗൾഫിൽ പോയി, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ബാംഗ്ലൂരും ഡൽഹിയിലും ചെന്നൈയിലും ഒക്കെ പോയി ജോലി ചെയ്യുകയാണ്. കാരണം അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലിയൊന്നും ഇവിടെ ഇല്ല, അത് വാസ്തവമാണ്. അതിനിപ്പോൾ അദാനി കൊണ്ടുവരുമോ ആര് കൊണ്ടുവരുമോ എനിക്കറിഞ്ഞൂടാ. പക്ഷെ അതാണോ ശരിയായ വഴി എന്ന് ചോദിച്ചാൽ അതും എനിക്കറിഞ്ഞൂടാ. നേരത്തെ പറഞ്ഞ മാതിരി ഇതിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഇനി അങ്ങനെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം. അത് മനുഷ്യരെ കൺവിൻസ് ചെയ്യിക്കാൻ വേണം. അല്ലാതെ ഒരു വശത്ത് കൂടി അടുക്കള കൊണ്ടുപോയി കുറ്റി നാട്ടിയിട്ട് ഞങ്ങൾക്ക് വികസനം, ഞങ്ങൾ മുതലാളിത്ത സങ്കല്പത്തിൽ കൂടി അല്ല വികസിക്കുന്നതെന്ന് രണ്ടും കൂടി പറഞ്ഞാൽ അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കോമൺ സെൻസ് വെച്ച് പറയുന്നതാണ്. ഞാൻ ആകെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹെൽത്തിൻ്റെ കാര്യം. അത് ആകെ ഇത്തിരി അറിയാവുന്ന കാര്യം അത് മാത്രമേ ഉള്ളൂ. ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ കേരള മോഡലിനെ കുറിച്ച് ഒരുപാട് പറയാറുണ്ട്. ശരിയാണ്, നമ്മൾ ഇപ്പോൾ നമ്മുടെ ആയുർദൈർഘ്യം, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി എല്ലാം വളരെ നല്ല ഇൻഡീസസ് ആണ്. അത് പക്ഷേ ഒരുപാട് കാലം കൊണ്ടുണ്ടായ ഒരു കാര്യമാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ കേരളത്തിൽ ജീവിക്കുന്ന ആളുകളോട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം, ഹെൽത്ത് എല്ലാവരുടെയും ഒരു വലിയ കൺസേൺ ആണ്. പലതരത്തിലുള്ള അവർക്ക് ആശങ്ക ഉളവാക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഹെൽത്ത്. നമുക്കൊരു അസുഖം വന്നാൽ എന്തെങ്കിലും തറ്റിപ്പോയാൽ എന്ത് ചെയ്യും എന്നുള്ളത്. കേരളത്തിൽ അതിന് ഒരു വളരെ സങ്കീർണമാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. വളരെ ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ഒരു കാരണം നമ്മുടെ ഏജിങ് സൊസൈറ്റിയാണ്. ഫെർട്ടിലിറ്റി വളരെ കുറഞ്ഞു, അത് വേറൊരു കാര്യം. ഇപ്പോൾ ഈ ഇടയ്ക്കുള്ള കണക്കുകൾ വെച്ച് നോക്കിയാൽ തന്നെ ഏറ്റവും കുറഞ്ഞ ജനന നിരക്കാണ്. എനിക്ക് തോന്നുന്നു കൊറിയയൊക്കെ ചിലപ്പോൾ നമ്മളെക്കാളും കുറവായിരിക്കും. അവരിപ്പോൾ വളരെ പരിഭ്രാന്തരായിട്ട് എങ്ങനെയെങ്കിലും കുട്ടികളുണ്ടാക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് നടക്കുന്നില്ല. കാരണം ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടുക എന്ന്. ചൈന വേറൊരു എക്സാമ്പിളാണ്. അവർ വളരെ ഫോഴ്സിബിളായിട്ട് കുറച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കൂട്ടാനായിട്ട് നിങ്ങൾക്ക് ജോലി തരാം, നിങ്ങൾക്ക് ഫ്ലാറ്റ് തരാമെന്നൊക്കെ ആളുകളോട് പറയുന്ന ആളുകൾക്ക് വേണ്ട, നിങ്ങൾക്ക് ഫ്ലാറ്റും വേണ്ട, ഒന്നും വേണ്ട, കുട്ടിയും വേണ്ട എന്നുള്ള രീതിയിലേക്ക് അവർ പോകുന്നു. അപ്പോൾ ഇത് വലിയ പ്രയാസമാണ്. അപ്പം നമ്മളും അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ആശങ്ക ഒരു വലിയ പ്രായമാകുന്ന സൊസൈറ്റിയിൽ ഒരുപാട് അസുഖങ്ങൾ വരും. ഇപ്പോൾ ഇവരെയൊക്കെ ആര് നോക്കും? ഒന്ന്. രണ്ടാമത് ഇപ്പോൾ എക്കണോമിസ്റ്റുകൾ പറയുന്നത് ഡിപ്പെൻഡൻസി റേഷ്യോ. ഇവരെ പോറ്റി നിർത്തണമെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റി വേണം, അതിന് ചെറുപ്പക്കാർ വേണം, ചെറുപ്പക്കാരില്ല. അപ്പോൾ അതുകൊണ്ട് ഹെൽത്ത് ഒരു വലിയ കൺസേൺ ആണ്. ഇത് പ്രായത്തിൻ്റെ കൊണ്ടാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. പക്ഷെ പ്രശ്നം ഉണ്ടായാൽ എന്ത് ചെയ്യും? നമ്മുടെ 70% ബെഡുകൾ സ്വകാര്യ മേഖലയിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാവരും പ്രൈവറ്റ് ആശുപത്രികളിലായിരിക്കും പോയിട്ടുണ്ടാവും ഒരിക്കലെങ്കിലും. അതാണ് എൻ്റെ വിശ്വാസം. വളരെ നല്ല ആശുപത്രികളൊക്കെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞത്. ഏറ്റവും നല്ല ടെക്നോളജി അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രികൾ കേരളത്തിൽ തന്നെ ഉണ്ട്. അത് ഒരു കണക്കിന് നല്ല കാര്യമാണ്. പക്ഷേ അവിടെ നല്ലവണ്ണം പൈസ കൊടുത്താലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ.
നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ വിദേശ കുത്തകകൾ കേരളത്തിൽ വന്ന് ആശുപത്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മളെ ഒരുപാട് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ആശുപത്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും നന്നായിട്ട് നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സ്വകാര്യ ആശുപത്രികൾ. അത് ഭാവിയിലും അങ്ങനെ പോകുന്നവർക്കൊരു ഐഡിയ ഉള്ളതുകൊണ്ടാണ് അവർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ വേറെ ഒന്നിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പ്രധാനപ്പെട്ട ആശുപത്രികളൊക്കെ ഇൻ്റർനാഷണൽ ചെയിൻസിൻ്റെ ഭാഗമായി. അപ്പോൾ അത് വലിയ കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം അതിലേക്ക് പോകുന്ന ഒരു ക്ലയൻറ്റീലുണ്ട് കുറച്ച് പേര്. ഇപ്പോൾ ഒന്നുകിൽ വളരെ ഇപ്പോൾ ഗൾഫുമായിട്ട് കണക്ഷനുള്ളവരോ, അല്ലെങ്കിൽ തന്നെ സ്വയമായിട്ട് ഒരുപാട് പൈസ ഉള്ളവരോ, അല്ലെങ്കിൽ ഒരുവിധം മെച്ചമായ ജീവിതം ഉള്ള ആൾക്കാരുണ്ട്. അവരെ ഇപ്പോൾ നമ്മളിനി എത്ര തലകുത്തി മറിഞ്ഞാലും ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് തിരിച്ച് കൊണ്ടുവരാനൊക്കെ പ്രയാസമാണ്. പക്ഷേ പ്രയാസപ്പെടുന്നത് ഇതിൻ്റെ ഇടയിൽപ്പെടുന്ന കുറേ ആൾക്കാരാണ്. അവർക്ക് അത്രയ്ക്കൊന്നും പൈസയൊന്നും കൊടുക്കാനില്ല. പക്ഷേ ഈ സ്വകാര്യ ആശുപത്രികൾ ഒരുവിധം കുഴപ്പമില്ലാതെ നടന്നുകൊണ്ടിരുന്നത് പലതും ഈ കോർപ്പറേറ്റ് ഓൺസ്ലോട്ടിൻ്റെ ഇതിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയുള്ളത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് അത് ചെയ്തു ഇത് ചെയ്തു, അത് ശരിയാണ്, ഒരുപാട് കെട്ടിടങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സർവീസ് നമ്മൾ വിചാരിക്കുന്ന ക്വാളിറ്റിയിൽ, പലർക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റിയിലുള്ള കെയർ കിട്ടാറില്ല. അതിപ്പോൾ അങ്ങനെയാണോ, അതിന് നമുക്ക് എന്ത് ടെസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് തെളിവുണ്ടെന്നൊക്കെ വെച്ചാൽ എൻ്റെ തെളിവ് വളരെ സിമ്പിളാണ്. എത്ര ജനപ്രതിനിധികളും മന്ത്രിമാരും സർക്കാർ ആശുപത്രിയിൽ പോകുന്നുണ്ട് എന്നൊരു കണക്കെടുത്താൽ മതി. ഗവൺമെൻറ് ഏറ്റവും അധികം പൈസ ചിലവാക്കുന്നത് ഇവരെ റീഇംബേഴ്സ് ചെയ്യാനാണ്. ഞാൻ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ്? ക്വാളിറ്റി ഉണ്ടെന്നുള്ള അഷ്വറൻസ് ഇല്ലാത്തതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എല്ലാ മന്ത്രിമാരും എല്ലാവരും മെഡിക്കൽ കോളേജിലാണ് വരുന്നതെന്ന് മാത്രമല്ല, മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഒരു VIP വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് പ്രത്യേക പരിഗണനയൊക്കെ കിട്ടും. അതുപോലും അവർക്ക് പോരാ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഇത് പോരാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് മറ്റുള്ളവർക്കും അത് തന്നെയല്ലേ, അതേ മാനദണ്ഡം വേണ്ടേ. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നേരത്തെ പറഞ്ഞ മാതിരി കുട്ടികളെല്ലാം വിദേശ സർവകലാശാലകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ ഒരു വയസ്സാം കാലത്ത് ഒരു കൊല്ലം ഒരു വളരെ പ്രശസ്തമായ വിദേശ സർവകലാശാലയിൽ പഠിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള ഒരാളാണ്. അതോടുകൂടിയാണ് എനിക്ക് മനസ്സിലായി ഇതാണ് പഠിത്തം. ഇതുവരെ പഠിച്ചതൊന്നുമല്ല പഠിത്തം. കാരണം വളരെ സ്വതന്ത്രമായി അഭിപ്രായം പറയാനും ചർച്ച ചെയ്യാനും പ്രൊഫസർമാരോട് എന്തും പറയാനും അവർ അതേ സമയത്ത് നമ്മളെ സ്പൂൺ ഫീഡ് ചെയ്യാതെ ഇന്ന കാര്യങ്ങൾ വായിച്ചാൽ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടും എന്ന് പറഞ്ഞു തരുന്ന രീതിയിലുള്ള ഒരു അധ്യാപന രീതിയുള്ള ഒരു സ്ഥലത്ത്, അതിപ്പോഴൊന്നുമല്ല പഴയ കാലത്ത് കുറേ കാലം മുമ്പ് തന്നെ പോകാനുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചു. അതോടുകൂടി എനിക്ക് ഈ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൽ വലിയൊരു താല്പര്യം പിന്നെ തോന്നിയിട്ടില്ല. അത് ശരിയാവുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അത് പോട്ടെ, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ ഹെൽത്തിനെ കുറിച്ച് മാത്രമായി. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന ഹെൽത്ത് ഈ പറഞ്ഞ മാതിരി അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ കൺസേൺ ആണ്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കുറേ കാലമായിട്ട് 10-20 കൊല്ലമായിട്ട് അതിനും കൂടുതലായിട്ട് അതിനൊരു ആൻസറായിട്ട് കാണുന്നത് ഇൻഷുറൻസ് ആണ്. അപ്പോൾ ഇൻഷുറൻസ് ആണോ ഇതിൻ്റെ മറുപടി എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇപ്പോൾ അതിലെയാണ് പോകുന്നത്. ഗവൺമെൻറ് ഓഫ് കേരള അതിലെയാണ് പോകുന്നത്. അല്ലാതെ അവർക്ക് വേറെ വഴിയൊന്നുമില്ല. അത് ഈ പറഞ്ഞ പോലെ നേരത്തെ ഈ വൺ നേഷൻ വൺ അത് എന്നൊക്കെ പറഞ്ഞ ആരാണ്ട് ഒരു കാർട്ടൂണിസ്റ്റ് പറഞ്ഞ പോലെ 1 നേഷൻ 1 ഡ്രസ് എന്നാണ് അടുത്തത് വരാൻ പോകുന്നത് ഒരഭിപ്രായം. അതിപ്പം നമ്മുടെ ചില വൈസ് ചാൻസലേഴ്സിനെയൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. 1 നേഷൻ 1 ഡ്രസ് അവർ മോഡിയുടെ കോട്ടൊക്കെ ഇട്ടാണ് എല്ലായിടത്തും വരുന്നത്. ഇപ്പോൾ GDPയുടെ കാര്യത്തിൽ നമ്മൾ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ GDP അല്ല, ശരിക്കും പറഞ്ഞാൽ ജെനുവിൻ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞൊരു കാൽക്കുലേഷൻ ടൂളുണ്ട്, ഉപയോഗിച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ക്രൈം നടന്നു എന്ന് പറയുന്ന സമയത്ത് ക്രൈം നടക്കുന്ന സമയത്ത് അതിന് നമ്മുടെ GDPയിൽ കാൽക്കുലേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബിൽഡിംഗ് പൊളിഞ്ഞു വീണ് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്, അതായത് പുതിയ ലേബറേഴ്സിനെ വെക്കുന്നു, സാധനങ്ങൾ വാങ്ങിക്കുന്നു. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് അതിനൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് GDPയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആക്ച്വലി ആ പ്രശ്നങ്ങളെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കാൽക്കുലേഷനിലേക്ക് വരികയാണ് പലപ്പോഴും ചെയ്യുന്നത്. പക്ഷേ ഒരു GPIനകത്ത് അതിനെ സോഷ്യൽ കോസ്റ്റായിട്ട് തന്നെ കണക്കാക്കി മൈനസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഒരു കാൽക്കുലേഷൻ ടൂൾ എന്നുള്ള രീതിയിൽ GDPക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലൂടെ നമ്മൾ പലപ്പോഴും നമ്മുടെ നെഗറ്റീവ്സ് പലപ്പോഴും നമ്മുടെ പോസിറ്റീവ്സായിട്ട് കണക്കാക്കി വന്ന് നമ്മൾ GDPയിൽ മുൻപന്തിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു രാജ്യം തന്നെയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ക്രൈംസ് ആയിക്കോട്ടെ, പൊല്യൂഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഒരു കാൽക്കുലേഷൻ
കാൽക്കുലേഷൻ ടൂളിൽ വരുന്ന സമയത്ത് പലപ്പോഴും അത് നമ്മുടെ പ്ലസ് സൈഡിലേക്കാണ് വരുന്നത്, നെഗറ്റീവ് സൈഡിനേക്കാട്ടും. അത് വളരെ ഒരു എന്താ പറയുക രൂക്ഷമായിട്ടുള്ളൊരു ഇഷ്യൂ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കോളേജിലായതുകൊണ്ട് കുട്ടികളായിട്ടുള്ള ഇടപെടലിൽ എപ്പോഴും കുട്ടികൾ പറയുന്നത് ഒരു ഡയലോഗാണ്, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക മിസ്സേ, സന്തോഷമായിട്ടിരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. നമുക്കും അങ്ങനെ തന്നെയാണ്. നമ്മളെപ്പോഴും പണ്ടാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ഫോൺ വാങ്ങിച്ചു, കാറ് വാങ്ങിച്ചു, സ്കൂട്ടർ വാങ്ങിച്ചു, സൈക്കിൾ വാങ്ങിച്ചു, ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ശരിക്കും ഈ കഴിഞ്ഞ പക്ഷേ ഈ സാധനങ്ങൾ വാങ്ങിച്ചു, ഒരു ഫോൺ പുതിയത് വാങ്ങിച്ചു, 10 ദിവസം കഴിയുമ്പോൾ പിന്നെ ഫോൺ എവിടെയെങ്കിലും ആദ്യ ദിവസമൊക്കെ ഫോൺ ഭയങ്കര എവിടെയെങ്കിലും തട്ടാതെ മുട്ടാതെ ഒക്കെ കൊണ്ട് നടക്കും, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ അത്ര ശ്രദ്ധിക്കില്ല. ഡ്രസ്സായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിലൊക്കെ ഈ നമ്മുടെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ഇപ്പോൾ മാർച്ച് 20 വേൾഡ് ഹാപ്പിനെസ് ഡേയിൽ നമ്മുടെ ഹാപ്പിനെസ് റിപ്പോർട്ട് റിലീസ് ചെയ്തു. അപ്പോൾ അതിൽ പറയുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളെക്കാട്ടും കൂടുതലായിട്ടും എന്തുകൊണ്ടാണ് ഇന്ന് കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലായിക്കോട്ടെ കൂടുതൽ ഹാപ്പിനെസ് എങ്ങനെയാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം എപ്പോഴും കുട്ടികൾ സെൽഫി എടുക്കുന്നു, കുട്ടികൾ മാത്രമല്ല നമ്മളെല്ലാവരും ഫോട്ടോസ് എടുക്കുന്നു, സെൽഫി എടുക്കുന്നു, മൊമെൻറ്റ് ക്രിയേഷൻ നടത്തുന്നു. ആക്ച്വലി മൊമെൻറ്റ് ക്രിയേഷനൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷം കൂടുകയാണെന്നാണ് റിപ്പോർട്ട്. ഓക്സ്ഫോർഡ് വെൽബീയിങ് റിസർച്ച് സെൻ്ററാണ് ഈ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അവർ പറയുന്നത് നമ്മളിങ്ങനെ മൊമെൻറ്റ് ക്രിയേഷൻ നടത്തുമ്പോൾ ഫോട്ടോ എടുക്കുക, സെൽഫി എടുക്കുക, ഒരു നമ്മുടെ ഗ്രൂപ്പായിട്ട് ചിലപ്പോൾ ടൂറ് പോവുക, ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ഔട്ടിങ് പോവുക, ഒരു ചായ കുടിക്കാൻ പോവുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷം നമുക്ക് ഡിമിനിഷിങ് അല്ല, കുറഞ്ഞു പോവില്ല. ഇനി ഒരു അടുത്ത ദിവസം ചായ കുടിക്കാൻ വിളിച്ചാൽ നമ്മൾ ആദ്യം പോകും. അടുത്ത ദിവസം നമ്മൾ ടൂറ് പോകാൻ അല്ലെങ്കിൽ നമ്മുടെ ഗെറ്റ് ടുഗദർ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, നമ്മുടെ പഴയ ഫ്രണ്ട്സിന് ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് എപ്പോഴും ഭയങ്കര ഒരു ഇൻക്രീസിങ് ഇതിലാണ് വരുന്നത്. അപ്പോൾ വസ്തുക്കൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക പ്രോഡക്റ്റ് വൈസായിട്ട് നമ്മൾ സാധനങ്ങൾ കൂട്ടും തോറും നമുക്കതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ശാശ്വതമല്ല. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും ഇന്നത്തെ കുട്ടികൾ അത് വളരെ കൃത്യമായിട്ട് നമ്മളിലേക്കും കൂടി എത്തിക്കുകയാണ്. വസ്തുക്കളും അതുപോലെ തന്നെ നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന പ്രോഡക്ട്സ് എന്തും ആയിക്കോട്ടെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്തോഷം വളരെ കുറഞ്ഞു പോകുമെന്നും, ഇതേപോലെ മൊമെൻറ്റ് ക്രിയേഷനായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ വളരെ എന്താ പറയുക നമുക്ക് എന്നും സന്തോഷം തരും എന്നുള്ളതാണ്. കാരണം ഇന്നലെ തന്നെ പിന്നെ സാറ് നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റുഡൻസൊക്കെ രാജഗോപാൽ സാർ പറഞ്ഞത് നമ്മൾ സ്റ്റുഡൻസൊക്കെ എന്താ വെച്ചാൽ പണ്ടത്തെ പോലെയല്ല. നമ്മളായിട്ട് എന്താ പറയുക, പണ്ട് ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് എൻ്റെ അധ്യാപകരോട് മിണ്ടാനൊക്കെ ഭയങ്കര പേടിയാണ്. ആ സ്റ്റാഫ് റൂമിൻ്റെ പുറത്തേ നിൽക്കുള്ളൂ, അങ്ങനെ അത്രേ. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം എന്ന് വെച്ചാൽ ഇന്നലെ നമ്മുടെ കോളേജിലൊരു പ്രോഗ്രാം നടന്നപ്പോൾ അവിടെ ഒരു ഇതായിരുന്നു ട്രെൻഡ്സിൻ്റെ ഒരു പരിപാടി. അപ്പോൾ അതിലൊരു റാം വാക്കായിരുന്നു ആദ്യത്തെ ഐറ്റം. അപ്പോൾ അതിൽ ആദ്യമായിട്ട് റാം വാക്ക് നമ്മുടെ പ്രിൻസിപ്പിളാണ് ഇന്ന് നമ്മുടെ റാം വാക്ക് ചെയ്യുന്ന ആൾ. അപ്പോൾ നമ്മൾ റാം വാക്ക് ചെയ്യുകയോ ചെയ്യില്ലയോ എന്നല്ല, അപ്പോൾ റാം വാക്ക് ചെയ്യാനായിട്ട് നമ്മളെ വേഗം വിളിച്ചുകൊണ്ട് വരിക, നമ്മളെ കൊണ്ട് ചെയ്യുക. കുട്ടികൾ യാതൊരു വിധത്തിലുള്ള പേടിയുമില്ല. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അവർ പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളായിരിക്കണം, എന്നാൽ മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു യാതൊരു വിധത്തിലുള്ള ഇൻഹിബിഷൻസും ഇല്ല, യാതൊരു വിധത്തിലുള്ള എന്താ പറയുക മുൻവിധികളും ഇല്ലാതെയാണ് അവർ ബന്ധങ്ങൾ കീപ്പപ്പ് ചെയ്യുന്നത്. അത് നമ്മുടെ വ്യക്തിബന്ധം നമ്മൾക്ക് വീട്ടിൽ തന്നെ അറിയാം. നമ്മുടെ കുട്ടികൾ നമ്മളോട് എങ്ങനെയാണ്, നമ്മുടെ അച്ഛനമ്മോട് നമ്മൾ പെരുമാറിയത് പോലെയല്ല നമ്മുടെ കുട്ടികൾ നമ്മളോട്, അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഇതേപോലെ ഫോൺ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ എൻ്റെ അടുത്ത് വെച്ച് മറന്നുപോയി. അപ്പോൾ കുറച്ച് നേരം അപ്പോൾ ഞാൻ പറഞ്ഞു ഫോണിലേക്ക് ഒന്ന് അടിച്ച് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് അവൻ്റെ ഫോണിലേക്ക് അടിച്ചപ്പോൾ അവൻ്റെ ഫോണിൽ സേവ് ചെയ്തേക്കണ രമ്യ ബ്രോ എന്നാണ്. അപ്പോൾ ഞാൻ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെയാണോ അപ്പോൾ നമ്മൾ കുട്ടികളപ്പോൾ നമ്മളെ എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു കണക്ക് ഇപ്പം നമ്മുടെ ടീച്ചർമാരെയൊക്കെ നമ്മൾ അവരുടെ പ്രൊഫസർ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മൾ സേവ് ചെയ്യുക. ബിക്കോസ് നമ്മൾ ആ ഒരു അപ്പോൾ രമ്യ ബ്രോ എന്ന് പറയുന്ന സമയത്ത് അവർ നമ്മളോടുള്ള കാഴ്ചപ്പാടും നമ്മളവരെ എങ്ങനെയാണ് നമ്മൾ അവരുടെ മനസ്സിലുള്ളതെന്നുള്ളതും ഭയങ്കര അതിലെനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ കുറേ ഇപ്പം ഞാൻ 20 വർഷമായി സർവീസിൽ. അപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും എനിക്കത് മനസ്സിലാകുന്ന വെച്ചാൽ ഓരോ വർഷം കഴിയുന്നതോറും കുട്ടികൾ നമ്മളെ അവരിലേക്ക് അങ്ങ് എടുക്കുക എന്ന് പറഞ്ഞതുപോലെ അത്രയും ഒരു ക്ലോസ് ആയിട്ട് നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 147 രാജ്യങ്ങളിൽ 117ാമത്തെ രാജ്യമാണ് ഇന്ത്യ. പക്ഷേ കേരളത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നതാണ് അത് ഒരിക്കലും വളരെ താഴത്തേക്ക് പോകാൻ സാധ്യതയില്ല. ബിക്കോസ് എൻ്റെ ഒരു റിസർച്ച് സ്കോളർ ഹാപ്പിനെസ് ഇൻഡെക്സ് ഓഫ് വർക്കിംഗ് വിമൻ ആണ് ചെയ്യുന്നത്, സബ്മിറ്റ് ചെയ്യാനാണ്. അപ്പോൾ ആ റിപ്പോർട്ട് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ആ കുട്ടി വളരെ ജെന്യുവിനായിട്ട്
ആയിട്ട് ചെയ്തൊരു കുട്ടിയാണ്. മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ടോപ്പറൊക്കെ ആയിരുന്നു. അപ്പോൾ ശരിക്കും അത് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണം കേരളത്തിൽ ഹാപ്പിനെസ് എന്നുള്ള ഒരു വസ്തുത വൈൽ കമ്പയറിങ് ടു നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളെയോ അല്ലെങ്കിൽ നമ്മളെ മൊത്തത്തിൽ ഇന്ത്യയുടെ റിപ്പോർട്ടൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വ്യക്തിബന്ധങ്ങളായിക്കോട്ടെ, നമ്മുടെ കൂട്ടായ്മകളായിക്കോട്ടെ, എല്ലാം നമ്മൾ വളരെയധികം സന്തോഷപൂർവ്വം കൈകാര്യം ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ അതിനി അങ്ങനെ തന്നെയൊന്നും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇതിനെക്കാട്ടും കൂടാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സഖാവ് സി അച്യുതമേനോൻ്റെ നാമധേയത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ സ്ഥാപിതമായിട്ടുള്ള സി അച്യുതമേനോൻ ചെയറിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഈ പരിപാടിയുടെ സമാപനമാണിപ്പോൾ. സി അച്യുതമേനോൻ എന്ന പേരിലുള്ളതുപോലെ ചുതിയില്ലാത്ത, നാശമില്ലാത്ത, ചുരുക്കി പറഞ്ഞാൽ അനശ്വരനായ വ്യക്തി, അതാണ് സഖാവ് സി അച്യുതമേനോൻ. ഒരു പ്രതിഭാശാലിയായ ഭരണാധികാരി, തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ, സ്വാതന്ത്ര്യസമര സേനാനി, എഴുത്തുകാരൻ, ചരിത്രകാരൻ, സർവോപരി ഒരു വലിയ മനുഷ്യസ്നേഹി, എന്നിങ്ങനെ എല്ലാം ഒത്തുചേർന്ന ഒരു പ്രതിഭ, അതായിരുന്നു സഖാവ് അച്യുതമേനോൻ. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ നമുക്കൊരു ചെയർ സ്ഥാപിതമായി എന്നുള്ളത് നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്.